നമ്മളെ സ്വയം ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ കേന്ദ്രമായിട്ടൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇപ്പം ഐ ടോൾഡ് യു ദാറ്റ് ഐ വാസ് സംബഡി ഹു ലോസ്റ്റ് മൈ പാരൻസ് അറ്റ് എ യങ് ഏജ്. ഞാൻ ആ സമയത്ത് ഐ വാസ് ടോട്ടലി ഡിപ്രസ്ഡ്, ഭയങ്കര ഡിപ്രഷൻ. ഓരോ നിമിഷവും നമ്മളെല്ലാവരും മരിക്കും, ഓരോ നിമിഷവും നമ്മളിങ്ങനെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കില്ലേ, പിന്നെ ഈ ജീവിക്കുന്നതിൽ എന്തർത്ഥം എന്നൊക്കെ ആലോചിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം കഥയും വേറൊരു കഥയായി കാണാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയതുകൊണ്ട് എന്ത് ചാലഞ്ച് വന്നാലും ഞാൻ അതൊരു കഥയാണെന്ന് അങ്ങോട്ട് വിചാരിക്കും. ആൻഡ് സത്യത്തിൽ അങ്ങനെയാണ്. ഐ ഡോണ്ട് ടേക്ക് മൈസെൽഫ് ടു സീരിയസ്. ഞാൻ ഒരേ സമയം ലൈഫിനെയും ബിസിനസ്സിനെയും വളരെ സീരിയസ് ആയി കാണുമ്പോൾ തന്നെ ഓൺ ദ അതർ സൈഡ് ഐ ഡോണ്ട് ടേക്ക് മൈസെൽഫ് ടു എന്താ പറയുക അങ്ങനെ ഭയങ്കര സീരിയസ് ആയി കാണുന്നില്ല. അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ലെവലിലാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് മാത്രം പട്ടിണിയിൽ നിന്ന് കരകയറിയ ഒരു സമൂഹമാണ്. ഞാനും എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പട്ടിണി കുറച്ചൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പട്ടിണിയിൽ നിന്ന് കരകയറിയ ഒരു കാലത്ത് ആൾക്കാർ നമ്മുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അടുത്ത ഒരു പടിയിലാണ് ഈ വെൽനസ് വരുന്നത്. ശരിക്കും സ്പാ എന്ന് പറയുന്നത്, പ്രൊഫഷണൽ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ എന്നുപോലുള്ള ഹാപ്പി ഹോർമോൺസിൻ്റെ ഒക്കെ സിക്രീറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് കൂടുതലാണ്. അതായത് പണ്ട് നമ്മളിപ്പോൾ മനുഷ്യൻ ഇന്ന് നോക്കുകയാണെങ്കിൽ മൊത്തം ഇവല്യൂഷൻ്റെ ചരിത്രം എടുത്താൽ നമ്മളിപ്പോഴും ജീവിക്കുന്നത് ഗുഹാമനുഷ്യൻ്റെ തലച്ചോറുമായിട്ടാണ്. നമ്മൾ വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഇവല്യൂഷൻ അറിയാലോ, 10,000 വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ ബ്രെയിൻ ഇന്നത്തെ ആധുനിക ജീവിതത്തിൻ്റെ ഇവല്യൂഷൻ അനുസരിച്ച് പാകപ്പെട്ടില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കോർട്ടിസോൾ ലെവൽ വരാം, സ്ട്രെസ് വരാം, നമ്മുടെ ഹാർട്ട്. നമ്മൾ പലപ്പോഴും അറിയുപോലും ഇല്ല ആൾക്കാർ. ബിഹൈൻഡ് ദ ബ്രാൻഡിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് പ്രോട്ടോൺ ഡേ സ്പാ ഫൗണ്ടർ മിസ്റ്റർ സുകേഷ്. ഹായ് സുകേഷ്, നമസ്കാരം. സുകേഷ്, ആദ്യം തന്നെ ഞാൻ ഈ സുകേഷിന്റെ പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പ്രോട്ടോണും വെൽനസും കാര്യങ്ങളും എല്ലാത്തിലേക്കും പോവാം. ഞാൻ ആദ്യം കേൾക്കാണ് സുകേഷ് എന്നുള്ളൊരു പേര്. സുകേഷ് കേട്ടിട്ടുണ്ട്, പിന്നെ സുകേഷ് ആണെങ്കിലും ജി വെച്ചിട്ടുള്ളതാണെങ്കിലും ഇറ്റ്സ് ഫൈൻ, കേട്ടിട്ടുണ്ടാവാം എന്ന് വിചാരിക്കാം. പക്ഷേ ഈ KH സ്പെല്ലിങ്ങിലുള്ള സുകേഷ് എന്താണ്? സുഖിയൻ, ആ പേര് പോലെ തന്നെ സുഖിയനാണ് അല്ലേ? സുകേഷ് എന്ന പേരിന്റെ അർത്ഥത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ 90s കിഡാണ്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ആ സമയത്തും വേറൊരു ജനറേഷൻ ടൈപ്പ് ഓഫ് കാലത്തുനിന്ന് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു മാഷുണ്ടായിരുന്നു, മലയാളം മാഷ്, നമ്പൂരി മാഷ്. അപ്പം നമ്പൂരി മാഷോട് ചോദിച്ചു, മാഷേ ഈ സുകേഷ് എന്നുള്ള പേരിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ മാഷ് പറഞ്ഞു, സുകേഷ് നല്ല മുടിയുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പം ഞാൻ ചോദിച്ചു, എല്ലാ മാഷേ നല്ല മുടിയിൽ എന്തിരിക്കുന്നു? ഓക്കെ, നമുക്ക് സുകേഷ് എന്നാക്കിയാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് കൊള്ളാം, സുഖത്തിന്റെ ദേവൻ എന്നുള്ളൊരു മീനിങ് അതിനുണ്ടാവുന്നു. ആക്ച്വലി കെ ആയിരുന്നോ ശരിക്കും അച്ഛനമ്മ ഇട്ട പേരില് എന്ന് തോന്നുന്നു. ഐ മീൻ നമുക്ക് ഉറപ്പില്ല. പക്ഷെ നമുക്ക് LP സ്കൂളിൽ നിന്ന് UP സ്കൂളിലേക്ക് പോകുമ്പോൾ ഇത് SUKH ആക്കി സുഖേഷ് എന്ന ഉണ്ടായിരുന്നുള്ളൂ, KE ആയിരുന്നു മുന്നേ അല്ലേ? അത് കഴിഞ്ഞിട്ട് സ്വയം അങ്ങ് പോയി തിരുത്തിയോ? കുറച്ചങ്ങ് സുഖിയനായിട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. അന്നത്തെ കാലം ആയതുകൊണ്ട് അങ്ങനെയൊക്കെ പേര്, ആ ചേഞ്ചും കാര്യങ്ങളൊക്കെ അത്ര ഈസി ആയിട്ട് അന്നിങ്ങനെ നടന്നു. പക്ഷെ പിന്നീട് അപ്പൊ പിന്നെ ആ പേര് തന്നെയായിരിക്കും പിന്നെ SSLC ബുക്കിലും പിന്നീട് അങ്ങോട്ടും എല്ലാം വന്നു പോയിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു H വന്നപ്പോഴത്തേക്ക് ആ അർത്ഥം തന്നെ മാറിപ്പോവാണ്. അച്ഛനും അമ്മ ഇതറിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഇല്ല, അങ്ങനെ ഒന്നും ശ്രദ്ധിക്കുന്ന കാലമൊന്നും അല്ല. And I am somebody who lost father left my family when I was in the 5th standard. Mom died when I was in the high school. നമ്മളങ്ങനെ വളരുകയാണ്. അല്ലാണ്ട് ഇതൊന്നും ഇന്നത്തെ ജനറേഷൻ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണ്. അതുകൊണ്ട് അതൊന്നും ആരും നോട്ടീസ് ചെയ്തില്ല. അത് ഇപ്പൊ ഈ ചോദ്യം വരുന്നത് വരെ വളരെ കുറച്ച് ആൾക്കാർ ഈ ചോദ്യം ചോദിച്ചിട്ട് പോലും ഉള്ളൂ. ഞാൻ ആദ്യം കേൾക്കാണ് സുഖേഷ് എന്നുള്ളൊരു പേര് തന്നെ. ചിലർ ഞങ്ങളുടെ കൂടെ ഉള്ളതിൽ 1-2 പേരുണ്ട്, ഭയങ്കര സുഖേനന്മാരാണ്. അവർ ഇരിക്കുന്നിടത്ത് നിന്ന് അങ്ങോട്ട് എണീക്കില്ല. അവിടെ ഇരിക്കുന്ന വെള്ളം വേണമെങ്കിൽ ഒരാൾ എടുത്തോണ്ടും തരണം.
അങ്ങനെ അങ്ങനെ തന്നെയാണല്ലേ? തന്നെയാണ്. ആ, അപ്പൊ അന്നേ അന്നേ കുഞ്ഞായിരുന്നപ്പോൾ ഇത് തന്നെയായിരുന്നു സ്വഭാവം. ഓയാ എൻ്റെ അമ്മ പണ്ട് പറയായിരുന്നു, സുകേഷിന് അനങ്ങുമ്പം ചാവുന്ന കളിയാ കളിക്കുക കണ്ണൂർ ഭാഷയിൽ. അനങ്ങാൻ പറ്റില്ല എനിക്ക് ഓ, സ്ഥലത്ത് നിന്ന്. ചെറുപ്പം മുതലേ അങ്ങനെ ചെറുപ്പം തന്നെയായിരുന്നു. അങ്ങനെയാണ്, സുഖിമാനാണ്. സുഖിമാനാണ് അപ്പൊ. ഓ, അപ്പൊ അതെ അറിഞ്ഞു കണ്ട് സ്വയം അറിഞ്ഞു കണ്ട് അങ്ങ് പേരങ്ങ് ചാർത്തി. അതെ. പേരിട്ടതിന് ശേഷം ഇപ്പോഴും സുഖിയൻ തന്നെയാണ്. Yeah, my life philosophy is quite എന്താ പറയാ, മേ ബി സം പീപ്പിൾ മൈറ്റ് ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഐ തിങ്ക് നമ്മളെ ജീവിതത്തിന് ഏറ്റവും വലിയ ഉദ്ദേശം, ആൾക്കാർ ചോദിച്ചാൽ എന്താ നിങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾക്ക് ഹാപ്പിയായ രീതിയിൽ ജീവിക്കുക, സന്തോഷമായി ജീവിക്കുക. ആൻഡ് എവ്രി വൺ ഡിസേർവ്സ് ടു ബി ഹാപ്പി ഇൻ ദെയർ ലൈഫ്. Yeah. സോ അതുകൊണ്ട് സുഖിച്ചിരിക്കുക. റൈറ്റ്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സുകേഷിന്റെ പേരിന്റെ കഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി അടുത്ത മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു വെൽനെസ്സിന് വന്നിരിക്കുന്ന ഒരു പേരാണ്, പ്രോട്ടോൺ വെൽനസ്. ഇതെവിടുന്ന് ഈ പേര് തപ്പിയെടുത്തത്? ഇത് രണ്ട് വാക്കുകൾ കമ്പൈൻ ചെയ്താണ്. ഹ? പ്രൊഫഷണൽ ടോണിങ് ഓഫ് ഓ, മസിൽസ് എന്നതിനെ പ്രോട്ടോൺ അങ്ങനെയാണ് ആദ്യം ഇത് കോയിൻ ചെയ്തത്. പിന്നെ ഞാൻ ആലോചിച്ചു, ഓക്കെ, ഇപ്പം നമ്മുടെ എല്ലാ സാധനവും മാറ്ററാണ്. മാറ്ററിന്റെ ഏറ്റവും ചെറിയ കണം അല്ലേ? പ്രോട്ടോൺസ്. അതെ, അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കണം പ്രോട്ടോൺ ആണ്. അപ്പൊ ഒരു പോസിറ്റിവിറ്റി അങ്ങനെയും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. ന്യൂട്രോൺ ഇല്ല. ഇല്ല, രക്ഷയില്ല. ഓക്കെ, അങ്ങനെയാണ്. അങ്ങനെയാണ് ഈ പ്രോട്ടോൺ അതെ, എന്നുള്ളത്. അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ പ്രോട്ടോൺ. തന്നെ നിലവിൽ ഒരുപാട് സെന്റേഴ്സ് ഉണ്ടല്ലോ. ആ 4 സെന്റേഴ്സിനും ഇതേ പേര് തന്നെയാണോ? അതെ, പ്രോട്ടോൺ ഡേ സ്പാ എന്നാണ്. അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പം ഫ്യൂച്ചറിലേക്ക് എക്സ്പാൻഷൻ ആലോചിക്കുമ്പോൾ ഈ സെയിം സെയിം പേരിൽ സെയിം തന്നെയായിരിക്കും. ബ്രാൻഡാണ്. ബ്രാൻഡ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐഡന്റിറ്റിയാണ്. സെയിം ബ്രാൻഡ്. ബ്രാൻഡിൽ തന്നെ പോകണം. ഓക്കെ, എല്ലാവരും സുഖം കിട്ടാനായിട്ട് ഒന്ന് സുഖിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യണ ഒന്നാണ് സ്പായ്ക്ക് പോവുക എന്ന് പറയണത് അല്ലേ, വെൽനസ് എന്ന് പറയണത്. കറക്റ്റ് ഇപ്പൊ സുകേഷ് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത് ഫോർ ദ ലാസ്റ്റ് ഇപ്പൊ ഒരു 7 years ആയിട്ടുണ്ടോ അല്ലേ? 7 years ആയിട്ട് പ്രോട്ടോൺ വെൽനസ് ദാ സ്പായിൽ തന്നെ കറക്റ്റ് വന്ന് ലാൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് പേരിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് വന്നു. എങ്ങനെയാ ഈ വെൽനസ്സിലേക്ക് വന്നത്? അതിനൊരു കഥയുണ്ട്. അതായത് ഞാൻ IT-യിലായിരുന്നു. ദെൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു. അതിന് ശേഷം ഞാൻ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോകും. അപ്പോൾ ഒരു ദിവസം എവിടെ പോകുന്നു കൂടെ പറയൂ. ബാംഗ്ലൂരിൽ അല്ല ബാംഗ്ലൂർ അല്ലല്ല ആ ബാംഗ്ലൂർ. സമയത്ത് ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഒരു വട്ടം പോയിട്ട് എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി. ഞാൻ എയർപോർട്ടിലായി. പുതിയ എയർപോർട്ടാണ്. എയർപോർട്ടിൽ ഞാൻ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കാൻ തുടങ്ങി. അന്ന് ഞാൻ ഒരു ബിയറൊക്കെ കഴിക്കും, പക്ഷെ ഞാൻ ഇന്ന് കഴിക്കാറില്ല. ആ സമയത്ത് ഞാനൊരു എയർപോർട്ടിൽ നോക്കുമ്പോൾ അന്ന് ഞാൻ ക്രെഡിറ്റ് കാർഡിലുള്ള ജീവിതമാണ് കേട്ടോ, പൈസയൊന്നും ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒരെണ്ണം ഒരു ബിയർ വാങ്ങിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അന്നേരം 450 രൂപ 500 രൂപ മറ്റോ ഒരു ചെറിയ ടിന്നിന് പറയും. പക്ഷേ എൻ്റെ അമ്മ, ഇത് 5-6 മണിക്കൂറുണ്ട്, എയർപോർട്ടിൽ സ്റ്റക്കാണ്, അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും സമയം പോകണം. അപ്പോൾ ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴുണ്ട് ഒരു സ്പാ. അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പാ ചെയിൻ തന്നെയായിരുന്നു. ഇന്നവർ റീബ്രാൻഡ് ചെയ്തിട്ട് വേറൊരു ബ്രാൻഡിലാണ്. ആ സ്പായുടെ ഒരു ഔട്ട്ലെറ്റ് അവിടെ കാണും. എല്ലാ കാലത്തും ഞാൻ ഈ സ്പാ എന്നുള്ള പേരിങ്ങനെ കാണും, പക്ഷെ ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. യെസ് എന്താണെന്നറിയില്ല, പരിപാടി എന്താ അറിയില്ല. അപ്പം ഞാൻ ഈ എയർപോർട്ടിലെ ഈ പറയുന്ന ഒരു ബിയർ അടിച്ചതിൻ്റെ ഒരു ധൈര്യത്തിലും, പിന്നെ ഇപ്പം എന്നിപ്പോൾ ആൾക്കറിയണം, ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാലോ ചോദിച്ചാലോ പൈസ ഇല്ലെങ്കിൽ ഇറങ്ങി പോരാലോ എന്ന് ഞാൻ കയറി ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഏറ്റവും പൈസ കുറഞ്ഞ സാധനം നോക്കി. അപ്പോൾ ഫുഡ് മസാജ്. അപ്പം ഞാൻ ഫുഡ് മസാജ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കാലൊക്കെ കേട്ടി ഇങ്ങനെ ഇരുന്നു. ആൻഡ് ആ സമയത്ത് കിട്ടിയ ഫുഡ് മസാജ് നല്ല കറക്റ്റ് പ്രഷറിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഫുഡ് മസാജ് കിട്ടിയപ്പോഴല്ലോ ഞാൻ എൻ്റെ ഇതെന്താ പരിപാടി, ഭയങ്കര സംഭവമാണ്. കാര്യം ഞാൻ ചെറുപ്പത്തിൽ നമുക്കൊക്കെ എന്താ ഓർമ്മ, ഈ ഗ്രാൻഡ് ഫാദറൊക്കെ കാലിന് കുഴമ്പ് തടയി തരാനൊക്കെ പറയും, ഇങ്ങനെ അമർത്തി ഞെക്കി പിഴിഞ്ഞൊക്കെ പറയും. ഈ സാധനം ഇവരെന്തിനാ പറഞ്ഞതെന്ന് പറയും നമുക്കറിയില്ലല്ലോ. ഇത് somebody will do you a foot massage for half an hour with good pressure everything and you just have to pay them. അടിപൊളി ഐഡിയ. ഞാൻ അന്ന് ഇത് പരിപാടി കൊള്ളാലോ. അതുവരെ എനിക്കറിയില്ല ഈ സ്പാ എന്താണ്. അതിനുശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യും എപ്പോഴും. അപ്പോൾ അങ്ങനെ ഞാൻ ഏതെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അന്ന് നിങ്ങൾ കൊച്ചിയിൽ ട്രിവാൻഡ്രത്തൊന്നുമില്ല, എവിടെയും മേ ബി സ്റ്റാർ ഹോട്ടലിലൊക്കെ ആര് പോകുന്നു, അവിടേക്ക് ഉണ്ടാവുമായിരിക്കും ആ സമയത്ത്. അപ്പോൾ എന്നാലും ഞാൻ ഇതേപോലെ എപ്പോഴേലും ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ ഈ സ്പാ മറ്റ് സ്ഥലം, അതായത് പ്രൊഫഷണൽ മസാജിൻ്റെ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവിടെ നിന്നൊക്കെ ഇതേപോലെ ഫുഡ് മസാജോ ബോഡി മസാജൊക്കെ എടുത്തപ്പോൾ ഈ സംഭവം കൊള്ളാലോ, ഇതെന്തുകൊണ്ട് നമുക്ക്
എന്താ പറയുക കൊച്ചിയിലൊന്നും തുടങ്ങിക്കൂടാ എന്ന് ആലോചിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ 2019 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് അപ്പോൾ കൊച്ചിയിൽ 1-2 പ്രൊഫഷണൽ സ്പാകൾ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. പക്ഷേ ഐ ഓൾസോ സ്റ്റാർട്ടഡ് ഇൻ 2019 ആൻഡ് ഐ ഹാവ് ബിൽറ്റ് എ പ്ലേസ് വെയർ ഐ വാണ്ട് ടു ഗോ ബാക്ക് ആസ് എ കസ്റ്റമർ അഗെയിൻ ആൻഡ് അഗെയിൻ. അങ്ങനെ ഒരു വി ആർ നോട്ട് ടു എക്സ്പെൻസീവ്, വി ആർ പ്രൈസ്ഡ് ഇൻ ദ മിഡിൽ. ആൻഡ് ഇതിപ്പോൾ എന്താ പറയുക, ലൊക്കേഷൻ വൈസ് ആണെങ്കിൽ വി ആർ ഓൾമോസ്റ്റ് ഓൾവേസ് ലൊക്കേറ്റ് അറ്റ് എന്താ പറയുക ഷോപ്പിംഗ് മാളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഹൈ സ്ട്രീറ്റ് അതുപോലുള്ള സ്ഥലങ്ങളിലാണ്, വെയർ പീപ്പിൾ ക്യാൻ ഫീൽ സേഫ്. ആൻഡ് ഓൾസോ വി പ്രൊവൈഡ് വി എംപ്ലോയി ഗുഡ് തെറാപ്പിസ്റ്റ്, വളരെ ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് തെറാപ്പിസ്റ്റാണ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. ആൻഡ് വി ഓൾസോ ഹാവ് വെരി പ്രൊഫഷണൽ മാനേജേഴ്സ്. ആൻഡ് എല്ലാം കൊണ്ടും ഒരു ഇഫ് യു കം ടു പ്രോട്ടോൺ ഡേ സ്പാ യു വിൽ ഫീൽ എന്താ പറയുക you will feel like home. You will be welcomed by good staff, and also service quality will be on par with any international professional spa service. So അങ്ങനെ നമുക്ക് we have a good name in the industry, and probably we are now looking to expand to the next phase. ഓക്കെ, അപ്പൊ ഇപ്പൊ എവിടേക്കാണ് പ്രോട്ടോൺ വെൽനസ് സ്പാ ഉള്ളത്? നമുക്കിപ്പോൾ ഉള്ളത് പ്രോട്ടോൺ ഡേ സ്പാ ഇപ്പം ഗ്രാൻഡ് മാളിലുണ്ട്, എടപ്പള്ളി, അതുപോലെ MG റോഡിലുണ്ട്, സെൻട്രൽ സ്ക്വയർ മാളിലുണ്ട്, അതുപോലെ തന്നെ തോപ്പുംപടി ഉണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്. ഓക്കെ, വി ഹാവ് 4 outlets. ഓക്കെ. ഇതിൽ സ്റ്റാർട്ട് ചെയ്തത് എവിടെയായിരുന്നു? 2019 ഗ്രാൻഡ് മാളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എടപ്പള്ളി പഴയ ഇമ്മാനുവൽ സെയിൽസ് ബിൽഡിംഗ് എടപ്പള്ളി സിഗ്നൽ തന്നെയുള്ള. ഓക്കെ, അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എറണാകുളത്ത് തന്നെ അങ്ങ് എക്സ്പാൻഡ് ചെയ്തു ഫസ്റ്റ്. ഇപ്പൊ എറണാകുളത്ത് തന്നെ 4 എണ്ണമായി. ഇനി അടുത്തത് ഔട്ട് ഓഫ് എറണാകുളത്തേക്ക് തന്നെയാണ് പ്ലാൻ ചെയ്യണത് അല്ലേ? നമുക്കിപ്പം ഉടനെ തന്നെ ഗോവ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ, ട്രിവാൻഡ്രത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കോയമ്പത്തൂർ, കാലിക്കറ്റ്, ഇതൊക്കെയാണ് നമുക്ക് ഉടനെ വരാൻ പോകുന്ന പ്രൊജക്ട്. ആൻഡ് വി ആർ ആക്ച്വലി ഗ്രോയിങ് എ ലിറ്റിൽ ബിറ്റ് സ്ലോലി, ബട്ട് യെസ്. ഓക്കെ, ഇനി നമുക്ക് പ്രോട്ടോൺ വെൽനസിലേക്ക് വരാം. ഇതിനു മുമ്പേ IT ഫീൽഡിൽ എന്തോ നിന്നിരുന്ന ഒരാള് സുഗേഷ്, അതില് അത്രയും സുഖം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ആക്സിഡന്റലി എയർപോർട്ടിൽ നിന്ന് ഒരു ഫുഡ് മസാജിലൂടെ ഒരു സുഖം കിട്ടിയപ്പോൾ ഇത് എന്തുകൊണ്ട് എനിക്കെന്ന് ബിസിനസ്സിലേക്ക് ചിന്തിച്ചുകൂടാന്നുള്ളൊരു തോന്നലിലാണ് പ്രോട്ടോൺ വെൽനസിലേക്ക് എത്തിയത്. പക്ഷേ ഒരു എംപ്ലോയിയിൽ നിന്നും ഒരു ഓൺട്രപ്രനറിലേക്കുള്ള ആ ഒരു ജേർണി അത് അത്ര ഈസി ആയിരുന്നോ സുഗേഷ്? അത് ഈ എംപ്ലോയി ആയിരിക്കുമ്പോഴേ നമ്മൾ ജോലി സമയത്ത് ചെയ്യുന്നു, ജോലി സമയം കഴിഞ്ഞാൽ ജോലി മറക്കുന്നു എന്നാണല്ലോ. പക്ഷേ ഓൺട്രപ്രണർ ആകുമ്പോൾ അത് പോരാ. ഓൺട്രപ്രണർ ആകുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ എല്ലാ ഫീൽഡ്, ഈ പറയുന്ന നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഫീൽഡും അറിഞ്ഞിരിക്കണം. ഈവൻ ഐ ഡിഡ് മൈ കോഴ്സ് ഇൻ professional spa training also. I did my course in VLCC. Oh, so you are a therapist ipo? I can do, yeah, but I don't do. പക്ഷെ പഠിച്ചിട്ടുണ്ട്. I have. അപ്പോൾ അറിയാം എന്തായാലും ഇതെന്താണെന്നുള്ളത്. I even know pedicure, manicure, facial എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റാഫ് ചെയ്യുമ്പോഴൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് ഡു ആസ് സച്ച്, ബട്ട് യാ. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണെങ്കിലും ശരി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻ്റെ ഫീൽഡാണ്. ഐ വാസ് ഡൂയിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ മെനി ഇയേഴ്സ്. 2008 കാലത്ത് ആകുമ്പോഴേക്കും ഞാൻ ഫുൾ ടൈം ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വന്നിരുന്നു. ആ സമയത്തൊന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു കരിയർ തന്നെ സ്റ്റാർട്ട് ആയിട്ടില്ല അന്നേരമൊന്നും. സോ ആ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ബിസിനസ്സിനുണ്ട്. കാര്യം നമ്മൾ മാർക്കറ്റിംഗ് വൈസ് ഇഫ് യു ലുക്ക് വി ആർ ക്വൈറ്റ് സ്ട്രോങ് ഇൻ അവർ മാർക്കറ്റിംഗ് ഓൾസോ. അതിൻ്റെ കാരണം എൻ്റെ എല്ലാ എക്സ്പീരിയൻസും, ഒരു എക്സ്പീരിയൻസും വേസ്റ്റ് അല്ല. നമ്മൾ പോകെ നമ്മളുടെ എക്സ്പീരിയൻസ് എല്ലാത്തിൽ നിന്നും ഓരോന്നും പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ലൈഫിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ബോധപൂർവ്വം അങ്ങനെ സംഭവിക്കും അല്ലേ? അതെ, കിട്ടുന്ന അറിവ് നമ്മൾ പിന്നെ എവിടെയെങ്കിലും അത് കൊണ്ട് യൂസ് ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, ശരി, ഇത് പറയൂ ആ ഒരു ജേർണി. കാരണം മഴയാണേലും വെയിലാണേലും പാൻഡമിക് വന്നാലും ഇല്ലേലും ഒക്കെ കറക്റ്റായിട്ട് എല്ലാ മാസവും കറക്റ്റ് പോക്കറ്റിലേക്ക് പൈസ വീഴുന്ന ഒരു ജോലിയിൽ നിന്നും അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇത്രയും റിസ്ക് ആയിട്ടുള്ള ഇതിനകത്ത് സ്പാ എന്ന് പറയുമ്പം ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും ഒന്നും മടിക്കും. കാരണം അത്രയും റിലയബിൾ ആയുള്ള സ്ഥലമാണോ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടേ നമ്മൾ പോവാറുള്ളൂ. അത്രയും റിസ്ക് ഉള്ളൊരു സംഭവത്തിലേക്കുള്ളൊരു അത് ഒരു എടുത്തുചാട്ടമായിട്ട് സുഗേഷിന് എപ്പോഴെങ്കിലും തോന്നിയോ? ആക്ച്വലി ഞാൻ ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 അതെന്തായിരുന്നു? 2014 IT ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഐ റൺ ആൻ IT സർവീസ് കമ്പനി. ഐ സ്റ്റിൽ റൺ, അത്ര ഭയങ്കരമായിട്ടല്ല. സോ 2014 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതായത് നമ്മൾ ആ സമയത്തൊക്കെ വെച്ചാൽ മാസാവസാനം കസിൻ്റെ എടുക്കുക, ഒരു 2000 ഇട്ട എന്ന് പറഞ്ഞിട്ടുള്ള ലീവ് ടൈപ്പ് ജീവിതമാണ്. പേ ചെക്ക് ടു പേ ചെക്ക് എന്ന് പറയില്ലേ. അപ്പോൾ ആ സമയത്ത് നിന്ന് അവിടുന്ന്
ബിസിനസ് തുടങ്ങാൻ സത്യത്തിൽ പേടിയായിരുന്നു. അന്ന് എനിക്ക് എല്ലാ പ്രോത്സാഹനം തന്നത് എൻ്റെ വൈഫാണ്. വൈഫ് തുടങ്ങി ചേട്ടാ അവൻ ഇവരൊക്കെ തുടങ്ങുന്നു, ചേട്ടനും തുടങ്ങിയത് പറഞ്ഞിട്ടാണ്. കൊള്ളാലോ. Yeah, yeah. തമ്പുരാട്ടിയുടെ പേര് മീര. മീര. അപ്പൊ ഏർലി ഏജിൽ കല്യാണം കഴിഞ്ഞോ? ഏർലി ഏജ് എന്ന് വെച്ചാല് എൻ്റെ ഏജ് വളരെ കുറച്ചാണ് ഇപ്പം രമ്യ കൂട്ടുന്നത്. ഓക്കെ. അല്ല, കറക്റ്റ് സമയത്ത് ഒരു 28-29 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചു. ഓക്കെ. അപ്പൊ 2014 ബിസിനസ് തുടങ്ങുമ്പോ പുള്ളിക്കാരത്തി ഉണ്ട് കൂടെ. Okay. 2012 തന്നെ കല്യാണം കഴിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ബിസിനസ് തുടങ്ങാൻ പേടിയായിരുന്നെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ ആദ്യമായി പൈസ ബാക്കിയായത്, അതായത് മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ 60,000 രൂപയോ മറ്റും ഉണ്ട്. ഞാൻ ബിസിനസ് തുടങ്ങി ആദ്യ മാസം തീരുമ്പോഴേക്ക് എനിക്ക് 60,000 ബാക്കിയുണ്ട്. അതിന് കുറെ ഭാഗ്യമുണ്ട് കേട്ടോ. ഐ മീൻ എനിക്ക് അങ്ങനെ നല്ലൊരു ഫസ്റ്റ് ക്ലയന്റ് ബിസിനസ് തുടങ്ങുന്നത് തന്നെ നല്ലൊരു, അല്ലെങ്കിൽ ഞാനൊരു നല്ല ക്ലയന്റ് നോക്കി നിൽക്കുകയായിരുന്നു ബിസിനസ് തുടങ്ങാൻ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ഒരു നല്ല ക്ലയന്റ് ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയ ബേസ്ഡ് ആയിട്ടുള്ള. അങ്ങനെ അവിടുന്നാണ് ദെൻ ഐ സ്റ്റാർട്ടഡ് ഹയറിംഗ് മോർ പീപ്പിൾ. അങ്ങനെ രണ്ടാമത്തെ ബിസിനസ് ആയിട്ടാണ് 2019 ഞാൻ സ്പൈയിലേക്ക് വന്നത്, വെൽനസിലേക്ക് വന്നത്. അതെ അതെ. ഓക്കെ. മറ്റേ IT അപ്പൊ ഇപ്പം സൈലന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം അതില് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സുകേഷ് എന്തുകൊണ്ടായിരിക്കാം പിന്നെ വെൽനസിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടാവുക? അത് ആക്ച്വലി എനിക്ക് ഇനിയും കൂടുതൽ കുറേ ബിസിനസ് തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം, സത്യം പറയാൻ വെച്ചാൽ. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് സമയം വളരെ കുറവാണ്. സമയം നമ്മൾ വിചാരിക്കുന്നത്ര സമയം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഓൾറെഡി തുടങ്ങിയ പരിപാടി ഒന്ന് സക്സസ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ലൈഫ് വളരെ ഷോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചടിച്ചടി നിൽക്കുകയാണ്. അതെ അതെ. കൂടെ പറ്റിയൊരു പാർട്ട്ണറും. ഓക്കെ, ശരി. അപ്പം ഈ വെൽനസിലേക്ക് വരാനുള്ളൊരു തീരുമാനവും ആ ഒരു ഡിസിഷനും സുകേഷിന് തന്നെയുള്ളൊരു തീരുമാനമാണോ, അതോ വേറെ ആരെങ്കിലും പാർട്ട്നേഴ്സിന്റെയോ? നോ അങ്ങനെ പാർട്ട്ണറൊന്നും ഇല്ല. ഞാനും വൈഫ് തന്നെയാണ് കമ്പനിയുടെ ഓണേഴ്സ്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാ അതിന്റെ ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടാവുമല്ലോ? ഇല്ല, ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ അടുത്ത കാലത്ത് മാത്രം പട്ടിണിയിൽ നിന്ന് കരകയറിയ ഒരു സമൂഹമാണ്. ഞാനും എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പട്ടിണി കുറച്ചൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പട്ടിണിയിൽ നിന്ന് കരകയറിയ ഒരു കാലത്ത് ആൾക്കാർ നമ്മുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അടുത്ത ഒരു പടിയിലാണ് ഈ വെൽനസ് വരുന്നത്. ലക്ഷറിയിൽ വരുന്നതാണ്. അതെ, ലക്ഷറിയിൽ വരുന്നതാണ്. അതായത് നമ്മുടെ വീട്ടിന്റെ EMI-യും അതായത് കുട്ടികളുടെ ട്യൂഷൻ ഫീസും ഒക്കെ കഴിഞ്ഞിട്ട് പൈസ ബാക്കി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പ്രൊഫഷണൽ സ്പായിലേക്ക് പോകുന്നത്. മറ്റു സ്പാ അങ്ങനെ ആയിരിക്കണം എന്നില്ല, പ്രൊഫഷണൽ സ്പായിലേക്ക്. അപ്പോൾ ഈ പ്രൊഫഷണൽ സ്പായില് ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി ഗ്രോത്തിന് സാധ്യതയുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. കാര്യം ഞാനൊരു നല്ലൊരു സ്പാക്ക് നോക്കുന്നുണ്ടെങ്കിൽ, അതായത് വിശ്വസിച്ച് നല്ല പ്രൊഫഷണൽ മസാജ് കിട്ടുന്ന ഒരു സ്പാക്ക് നോക്കുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരു 100 ആളെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നത്. ഇതല്ലെങ്കിൽ വേറെ ഏതും ബിസിനസ് തുടങ്ങിയേനെ, അത് വേറെ കാര്യം. ഇനി ഇന്നാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ബിസിനസ് തുടങ്ങുക വെച്ചാൽ അതിനും ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തേനെ, പറയാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് 2019 അന്ന് തോന്നിയത് വെൽനസ് ചെയ്യാനാണ്. മനസ്സിൽ കിടക്കുന്നത് എന്താ? ഇല്ല, ഇന്ന് ഞാൻ ആക്ച്വലി ഇന്നിപ്പോൾ മനസ്സിൽ കിടക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഇത് തന്നെ വളരെ സ്ട്രോങ് ആയി ചെയ്യാനാണ്, എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതാണ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാണ് അല്ലേ? പക്ഷെ ശരി, 2019 പോലും നമ്മുടെ ഇവിടെ എത്രത്തോളം നമ്മളൊക്കെ ഇവിടെയുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, എൽഡേഴ്സ് ആയിക്കോട്ടെ, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഇവിടെ ഉള്ളവർ. എല്ലാവരും വെക്കേഷനും ഒക്കെ എപ്പോഴും പോകും. പക്ഷേ എന്താ പറയുക, സ്പായിലേക്ക് വരുമ്പോഴത്തേക്ക്, കാരണം നമ്മുടെ ഈ നാട്ടിൽ സ്പാ എന്ന് പറയുമ്പോൾ എറണാകുളത്ത് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര അധികം സ്പാ സെൻറ്റേഴ്സ് നമ്മുടെ എറണാകുളത്തുണ്ടെന്ന കൗണ്ട് എടുത്തപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അറിഞ്ഞിട്ടില്ല ഇത്രയുണ്ടെന്ന്. അതിൽ തന്നെ റിലയബിൾ ആയിട്ടുള്ള കുറേ ഉണ്ട്. പിന്നെ സുകേഷിന് അറിയാലോ, കുറേയൊക്കെ ഫ്രോഡ്, വേറെ കുറച്ച് ഫേക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ട്. അപ്പം പൊതുവെ നമ്മളിത് ചെയ്യണമെന്ന് ഇപ്പം എനിക്കൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു സ്ട്രെസ്സും ലൈഫും ഇരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് സ്പാ ചെയ്യണം നമുക്ക് തന്നെ തോന്നും. പക്ഷെ നമ്മൾ ഇതിലെ ഏതാണ് ജെനുവിൻ, നമുക്ക് എപ്പോഴും പേടിയാണ്. ഇത് ജെനുവിൻ ആണോ, പോണോ എന്നൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമാണ്. നമ്മളെ ഒരു കസ്റ്റമറിന് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? ബേസിക്കലി നമ്മൾ കോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും, നിങ്ങൾ എന്തൊക്കെ സർവീസാണ്, ആരാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്, എന്താണ്. പിന്നെ യു ക്യാൻ ചെക്ക് ദെയർ ഗൂഗിൾ റിവ്യൂസ്. അതുപോലെ ഗൂഗിളിൽ ആൾക്കാരൊക്കെ എന്താ പറയുന്നത് നോക്കുക. അതിലൊക്കെ ഇപ്പോൾ ഫേക്ക് നടക്കുന്ന കാലമായതുകൊണ്ട് പോലും ജെന്യൂൻ കസ്റ്റമർ റിവ്യൂസ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഫേക്ക് ഉണ്ട്, ഒരുപാട് പേര് നമ്മളൊക്കെ കോൺടാക്ട് ചെയ്യാണ്ട് 100 റിവ്യൂ തരാം, നമ്മൾ ഒരിക്കലും എടുക്കാറില്ല. അപ്പോൾ റിവ്യൂസ് നോക്കിയാൽ മനസ്സിലാവും. ദെൻ യു എൻ്റർ ദ സ്പാ and look at the behavior of the staff, the manager, and also you must ask, okay, can I see the spa room? ഇപ്പോൾ ഒരു പ്രൊഫഷണൽ സ്പായിൽ നിങ്ങൾ സ്പായിൽ കയറുമ്പോൾ തന്നെ നല്ല ഒരു അരോമ ഉണ്ടാവും, നല്ലൊരു സെറ്റപ്പ് ഒക്കെ പ്രോപ്പർ ആയിരിക്കും, വളരെ ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു ഫീല് കുറച്ചൊക്കെ ഉണ്ടാവും. ആൻഡ് റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ടവൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയും, അതൊക്കെ പക്കയായിരിക്കും. അപ്പോൾ പ്രൊഫഷണൽ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രൊഫഷണൽ സ്പാ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. യു ആസ്ക് ക്വസ്റ്റ്യൻസ്, വാട്ട് എവർ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഹാവ്, യു ആസ്ക്. അപ്പോൾ അവരുടെ ഉത്തരത്തിൽ നിന്ന് ചിലത് അവർ
വരികൾക്കിടയിൽ നിങ്ങൾക്ക് വായിക്കാം അത് പ്രോ ആണോ അൺപ്രോ ആണോ എന്നുള്ളത്. ഓ യെസ്. സോ ഓക്കെ. അത് നമ്മുടെ നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതേ ഉള്ളൂ എന്നാണ് എല്ലാ സുകേഷ് പറയണേ. മനസ്സിലാക്കാൻ പറ്റും. ആണോ? യെസ്. അല്ലാതെ ഹൈഡ് ചെയ്തിട്ടുള്ള വേറെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് അങ്ങനെയുള്ള സ്പാകൾ ഉണ്ടാവാം. പക്ഷെ നമ്മളുടെ അത് അങ്ങനെയാണ്. നിങ്ങൾ ഒരു സ്പാകളിൽ വിളിച്ചു നോക്കുക, നേരിട്ട് വിസിറ്റ് ചെയ്യുക. ദെൻ യു വിൽ സീ ഇറ്റ് യുവർ സെൽഫ് വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഇറ്റ് ഈസ്. സോ ഇത് കാണുന്നവരും നമ്മുടെ പ്രോട്ടോണിലും വരട്ടെ, എന്നിട്ട് അതെ. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഓക്കെ. യെസ്. ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെക്കിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ? സ്പാ സെന്റേഴ്സിൽ അങ്ങനെ വരാറുണ്ടോ? ആക്ച്വലി ഇപ്പം ഇതാണ് ഞാൻ പറയുന്നത്. ഇന്നാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് തുടങ്ങില്ലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സ്പാകളെ കേന്ദ്രീകരിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഇൻസ്പെക്ഷൻ കുറേ വരുന്നുണ്ടോ? അല്ല അങ്ങനെ കുറേ ഇത് വരുന്നുണ്ടല്ലോ, അലിഗേഷൻസ് ഒക്കെ ആ, വരുന്നുണ്ടല്ലോ. അതെ, ഇപ്പൊ അപ്പോൾ വരുന്നുണ്ട്. ഞങ്ങളിടയ്ക്കും പോലീസ് വിളിച്ചിട്ടുണ്ട്, വിളിച്ചു ചോദിക്കാറുണ്ട്. ബട്ട് വെൻ ദേ വിസിറ്റ് അവർ പ്ലേസ് ദേ വിൽ നോ. ഐ മീൻ ആ. വെൻ യു വിസിറ്റ് എ പ്ലേസ് യു വിൽ നോ വെദർ ഇറ്റ് ഇസ് എ പ്രൊഫഷണൽ ഓർ നോട്ട്. ഓ അപ്പോൾ ദേ ഓൾസോ കം ആൻഡ് ദേ ഹാവ് ബീൻ വെരി സപ്പോർട്ടീവ്. അങ്ങനെ ഒരു തരത്തിലും നമുക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓക്കെ. യെസ്. പക്ഷെ ഇപ്പം ഈ നിൽക്കുന്ന ഇൻഡസ്ട്രി, ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള ഈക്വലി റിനൗണ്ട് ആയിട്ടുള്ള പോലെ തന്നെ ഈക്വലി ഇതുപോലത്തെ ഫേക്കും നിൽക്കുന്നൊരു ഇതാവുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബിസിനസ് കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും? ഡിഫിക്കൽട്ടാണ് ആക്ച്വലി. നമ്മളുടെ ഒരു സ്ഥലത്ത് ഒരു 100 കോള് വന്നാൽ ഉം. അതിൻ്റെ അകത്തുനിന്ന് മേ ബി ഒരു 5-8 കസ്റ്റമർ ഇൻക്വയറീസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ജെന്യൂൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്രയും ബിസിനസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓൺ മാർക്കറ്റിംഗ്. സോ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് മാർക്കറ്റിംഗ്. ഗൂഗിളിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മാസവും ലക്ഷങ്ങളാണ് ഗൂഗിളിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ക്യാമ്പയിൻസ് ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻസ് ആയിക്കോട്ടെ, വി ആർ സ്പെൻഡിങ് എ ലോട്ട് ഓൺ. ബിക്കോസ് ആ ഒരു റിലയബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും കിട്ടാൻ ട്രസ്റ്റ് വേണ്ടി വർത്തി എന്നുള്ള മാത്രമല്ല, ഒരു നെയിം വരാൻ വേണ്ടിയിട്ടും അല്ലേ? അതായത് നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്ന എൻക്വയറീസിൽ വളരെ വലിയ ഒരു വിഭാഗം നമുക്ക് എടുക്കാൻ പറ്റാത്ത എൻക്വയറീസ് ആണ്. കാര്യം അവർ അവർക്ക് മറ്റേതായിരിക്കും യെസ്, വേണ്ടിയിട്ടുണ്ടാവുക. ഫേക്ക് അവർ മറ്റേതായിരിക്കും അവരുടെ അതർ intention, സർവീസസ് ആണ് അല്ലേ? നോക്കുന്നത്. ഓ നമുക്ക് അങ്ങനെയുള്ള എടുക്കാൻ പറ്റില്ല. നമ്മൾ ആക്ച്വലി പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഉം. ആൻഡ് ബിസിനസ്സുകാരുണ്ട്, വലിയ വലിയ എന്താ പറയുക, ഗവൺമെൻറ്റിലും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ആൻഡ് ഒരുപാട് ബിസിനസ്മാൻമാരുണ്ട്. ഓവർസീസ് നിന്നൊക്കെ ഉള്ളുണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. ഉം. ആൻഡ് പലരും ഒരുപാട് പേരും ഹസ്ബൻഡ് ആൻഡ് വൈഫായി വന്നിട്ട് ഉം. മസാജ് എടുക്കുന്നുണ്ട്, കപ്പിൾ ആയിട്ടൊക്കെ എടുക്കുന്നവരുണ്ട്. ഉം. അങ്ങനെ ടൂറിസം ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അങ്ങനെ ആൻഡ് ഫാമിലി ആയിട്ട് വരുന്ന അമ്മ, അച്ഛൻ, മക്കൾ, അതായത് പ്രായമുള്ള അച്ഛനും അമ്മയും മക്കളൊക്കെ കൂടി വരുന്നവരുണ്ട്. ഓക്കെ. അങ്ങനെ ഐ ഹാവ് എ കസ്റ്റമർ ഹൂ ട്രാവൽസ് ഫ്രം ട്രിവാൻഡത്ത് ഇല്ല. അപ്പോൾ ട്രിവാൻഡത്ത് നിന്ന് പുള്ളി ട്രയംഫ് ബൈക്ക് ഓടിച്ചിട്ടാണ് എല്ലാ പ്രാവശ്യവും ഒരു 2 ആഴ്ച കൊണ്ട് വരും. പുള്ളിക്ക് ഒരു ട്രിപ്പാണ് കൊച്ചിയിലേക്ക്. ആൻഡ് പുള്ളി നല്ലൊരു സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും, നമ്മുടെ അടുക്കുന്ന ഒരു മസാജ് എടുക്കും, ഒരു ഷോപ്പ് എടുക്കും. പുള്ളി ഇത് മാത്രം ട്രഡീഷണൽ തായ് മാത്രം എടുക്കുന്നത്. ഓ പുള്ളിക്ക് കുളിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ട്രഡീഷണൽ തായ് മസാജ് എടുക്കും, അതേപോലെ തിരിച്ചു പോകും. ഇങ്ങനെയൊക്കെയുള്ള പല ഡിഫറെൻ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, ഫിലിമിലൊക്കെയുള്ള ഒരുപാട് ഓ ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ റിലയബിൾ ആയിട്ട് കൊച്ചിയിൽ പോകാൻ പറ്റുന്ന വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ഒന്നാണ് പ്രോട്ടോൺ ഡേ സ്പാ. പ്രോട്ടോൺ വെൽനസ് സ്പാ. ഓക്കെ. അപ്പൊ ഇവിടെ ഫാമിലിക്കും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. ഫാമിലി വിസിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വൈ വി ആർ അറ്റ് ഷോപ്പിംഗ് മാൾസ്, ഹൈ സ്ട്രീറ്റിലൊക്കെ ഉണ്ടാകുന്ന ഫാമിലി വിസിറ്റ് ചെയ്യണം. ഐ വാണ്ട് പീപ്പിൾ, അതായത് പാരൻസും മക്കളും ഭാര്യയും ഹസ്ബൻഡും കാമുകിയും ആരായിട്ടും ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു സ്പേസ് ആണ് നമ്മുടേത്. അപ്പോൾ ഫാമിലിയാണ് എനിക്ക് വരേണ്ടത്. ഓക്കെ. ഫാമിലി ആണെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെ സിംഗിൾ റൂമിൽ തന്നെയാണോ അതോ അവിടെയും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് തന്നെ? നമുക്ക് കപ്പിൾ റൂം ഉണ്ട്, സിംഗിൾ റൂം ഉണ്ട്. ഇഫ് യു ആർ എ കപ്പിൾ യു ക്യാൻ യൂസ് ദ കപ്പിൾ റൂം. ആൻഡ് ഒരേ സമയം തന്നെ അതൊരു നല്ലൊരു റൊമാൻറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഇഫ് യു ആർ എ കപ്പിൾ, ഇഫ് യു ടേക്ക് മസാജ് ടുഗെദർ, അതൊരു നല്ലൊരു സംഭവമാണ്. ആൻഡ് ഒരുപാട് ഫാമിലി അങ്ങനെ വരുന്നവരുണ്ട്. ആൻഡ് പിന്നെ ഇൻഡിവിജ്വൽ റൂംസും ഉണ്ട്. ഓക്കെ. ഇവിടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സ് സ്പാ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ എല്ലാ തെറാപ്പിസ്റ്റും ഫീമെയിൽ സ്റ്റാഫാണ്. ഓ, അപ്പം ജെന്റ്സിന് ഫോർ ജെന്റ്സ് ഓൾസോ. യെസ്. ആണോ? യെസ്. ഓക്കെ. അപ്പൊ അതിനകത്തൊരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്ന ക്ലയൻസിന് അങ്ങനെ ഇല്ല. അത് ക്ലയൻസിന് മേ ബി അത് എന്തെങ്കിലും വേണ്ടി വരുന്നതാണ് ക്ലയൻസിന്റെ മനസ്സിലിപ്പ്. പക്ഷെ അങ്ങനെയല്ല. ഈ നമ്മുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ, ആൻഡ് ദർ ഈസ് വൺ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അബൌട്ട് പ്രൊഫഷണൽ സ്പാ. നമ്മുടെ പ്രൊഫഷണൽ സ്പായിൽ എംപ്ലോയി ചെയ്യപ്പെട്ടിരിക്കുന്ന സ്റ്റാഫിൻ്റെ മേ ബി ഒരു 99% ആർ ഫ്രം ഒരു 7 സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. അതായത് 7 സിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റിലുള്ള 6 സ്റ്റേറ്റ്സ് ഉള്ളവരാണ് പ്രൊഫഷണൽ സ്പായിൽ 98%, maybe 99%. നമ്മുടെ ഇവിടുത്തെ എവിടെ പോയാലും നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്ന നമ്മളൊക്കെ അവരെ മാത്രമാണ് എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദേ ആർ വെൽ ട്രെയിൻഡ് ആൻഡ് ദേ ആർ വെരി എംപവേർഡ് വുമൺ. അവർ ഈ നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, അവരുടെ കൾച്ചറലി അവരിൽ വുമൻ ആർ വെരി സ്ട്രോങ്. അവരിൽ വളരെ കുറവ് അങ്ങനെയുള്ള കൾച്ചറിൽ ഐ ഹാവ് ട്രാവൽഡ് എ ലോട്ട് ഇൻ ടു ദി നോർത്ത് ഈസ്റ്റ്. അവർ കുറച്ച് കൾച്ചേഴ്സേ ഉള്ളൂ ഇങ്ങനെ മെന്നിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്നത് വുമനാണ്.
മെന്ന് പലരും ചിലപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുകയായിരിക്കും, എന്തെങ്കിലും നാട്ടിലെ പണിയൊക്കെ ചെയ്യും. വുമൻ ആണ് അവിടെ കൂടുതൽ. And അവിടെ വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, പല കൾച്ചേഴ്സിലും വുമന് മാരി ചെയ്യുമ്പോൾ മെന്നിനേക്കാളും പ്രായം കൂടുതലുണ്ടാവും. അതായത് 10-15 ഡിഫറൻസ് മുകളിലുള്ള ഭാര്യയ്ക്ക് യങ് ആയിട്ടുള്ള ഭർത്താവൊക്കെ ഉണ്ടാവും. ഓ. സോ അവർ ആ ഒരു കൾച്ചറിൻ്റെ ഡിഫറൻസ് കൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി അവരെ എടുക്കുക, നമ്മൾ പറയും ഇത് പ്രൊഫഷണൽ സ്പാ ആണ്, യു ആർ അലൗഡ് ടു ഡു ഓൺലി പ്രൊഫഷണൽ തെറാപ്പീസ് ആൻഡ് ദേ ജനറലി ഫോളോ. ഓക്കെ. And if we find that they don't follow, we fire them. ഓ. It can also happen. There is a small risk. ഓക്കെ. 99% of the time, we get good people. പക്ഷേ ഇങ്ങനെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോ ഈ ഒരു 7 ഇയേഴ്സിൽ? ഉണ്ടായിരിക്കുന്നുണ്ട്. വന്നിട്ട് ക്ലയന്റിന്റെ അല്ല, ആക്ച്വലി സ്റ്റാഫിനെ ഞാൻ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നാണോ? സ്റ്റാഫിനെ ഫയർ ചെയ്തിട്ടുണ്ട്. ക്ലയൻസിന്റെ ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഉണ്ടാവുമല്ലോ. അതായത് ഹോട്ടലാണെന്ന് കയറി ബാർബർ ഷോപ്പ് കയറുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. ഈവൻ കഴിഞ്ഞ ആഴ്ച കൂടി ഉണ്ടായിരുന്നു സെൻട്രൽ സ്ക്വയർ മാളിൽ. ഞാൻ സെക്യൂരിറ്റിനൊക്കെ വിളിച്ചു, അങ്ങനെയൊക്കെ ആയിട്ട്. അത് കുറച്ച് മദ്യമൊക്കെ കുറച്ച് കയറുമ്പോൾ ആൾക്കാർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് പലപ്പോഴും ഉണ്ടാവും. ബട്ട് വളരെ കുറവാണ്. ഇതൊരു വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി ആയതുകൊണ്ട് നമ്മുടെ റെപ്യൂട്ടേഷനെ വളരെയധികം ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴും സുകേഷ് അലേർട്ട് ആയിട്ട് തന്നെ ഇരിക്കുകയും വേണം, അല്ലേ? ഓ, കാരണം ഇപ്പം നിലവിൽ 4 സെന്റേഴ്സ് ഉണ്ട്. ഇനി അതിന്റെ എക്സ്പാൻഷനും കൂടെ വരുമ്പോൾ കൂടുതൽ സ്ഥലത്തേക്കും ഒക്കെ വരുമ്പോഴത്തേക്ക് യു ഷുഡ് ബി ഓൺ ഹൈ അലേർട്ടിൽ തന്നെ എപ്പോഴും. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറാപ്പിസ്റ്റുകൾ കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അവർക്കറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. പിന്നെ നമ്മൾ കള്ളു കുടിച്ച കസ്റ്റമർ ആണെങ്കിൽ ഞാൻ പറയും മാനേജേഴ്സിനോട് എടുക്കരുത്. അവർ ചിലപ്പോൾ സെയിൽസിൻ്റെ പ്രഷറിനൊക്കെ ചിലപ്പോൾ എടുക്കാനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ടാവും. ഞാൻ പറയും ഒരു കാരണവശാലും എടുക്കരുത്. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയുക, പൊളൈറ്റായിട്ട് പറയുക, അലോഡല്ല. തെറാപ്പിസ്റ്റ് ഹാസ് ദ ഫ്രീഡം. ഐ മീൻ തെറാപ്പിസ്റ്റ് പറയാണ് എനിക്ക് ഈ കസ്റ്റമറെ എടുക്കാൻ പറ്റില്ല, ദേ ക്യാൻ റിജക്റ്റ്. അപ്പോൾ തെറാപ്പിസ്റ്റ് പറയുകയാണ് എനിക്ക് ഈ കസ്റ്റമറെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വി വിൽ നോട്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻ. ഓക്കെ, അത് അടുത്ത നെക്സ്റ്റ് തെറാപ്പിസ്റ്റ് അതുപോലെ പറയുകയാണെങ്കിൽ വി വിൽ പൊളൈറ്റ്ലി ടെൽ ദ കസ്റ്റമർ സർ ഇങ്ങനെയല്ല ഇവിടെ, വി വിൽ ഗിവ് റീഫണ്ട്. അതെ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഇല്ലാണ്ടില്ല. കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലം ഇങ്ങനെ കിട്ടുന്ന അറിയുമ്പോൾ അത് മിസ്യൂസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവില്ലോ, മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതെ, ഇറ്റ്സ് ചാലഞ്ചിങ് ഫീൽഡ്. ഇറ്റ്സ് നോട്ട് എൻ ഈസി ഫീൽഡ്. മെനി പീപ്പിൾ, ഒരുപാട് ആൾക്കാർ എൻ്റെ അടുക്ക വരാണ്ട് നമുക്കൊരു സ്പാ തുടങ്ങണമെന്ന് ആഗ്രഹം. ഞാൻ തുടങ്ങരുത്. കാര്യം മറ്റൊന്നുമല്ല, ഈ പ്രൊഫഷണൽ സ്പാ റൺ ചെയ്യാന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രി റൺ ചെയ്ത് നോക്കിയവർക്കറിയാം ഇറ്റ്സ് നോട്ട് ഈസി. പ്രധാനപ്പെട്ട പ്രശ്നം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. നമുക്ക് ആൾക്കാർ വേണ്ടേ ഈ സ്ലോട്ട് നിരക്കാൻ. ഇഫ് യു ഡോണ്ട് നോ മാർക്കറ്റിംഗ്, ഇഫ് യു ആർ നോട്ട് ഹാവിങ് ഇനഫ് മണി ടു സ്പെൻഡ് ഓൺ മാർക്കറ്റിംഗ്, പൈസയേക്കാളുപരി യു ഷുഡ് നോ ആസ് എ പേഴ്സൺ, ആസ് എ ബിസിനസ് ഓൺട്രപ്രണർ, യു ഷുഡ് നോ സെയിൽസ്. അത് ഏത് ബിസിനസ് അങ്ങനെ തന്നെ കേട്ടോ. പലരും കണ്ടിട്ടുണ്ട്, നമ്മളെ ഒരു ആൻറ്റി നല്ല അച്ചപ്പുണ്ടാക്കും. ഓക്കെ, നമ്മൾ നിങ്ങളിത് വിറ്റൂടെ, നിങ്ങൾക്ക് ഇത് വിറ്റ് എത്ര ആൾക്കാർ വാങ്ങിക്കും? ഇല്ല, അങ്ങനെ പറ്റില്ല. കാരണം സാധനം നന്നായിട്ട് ഉണ്ടായ പോരാ. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഏത് ബിസിനസ്സിലാണെങ്കിലും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, അല്ലേ? ഓക്കെ, ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ സ്പൈയിൽ അവർ ആയുർവേദിക് മാത്രമായിരിക്കും, ചില സ്ഥലത്ത് അരോമയ തന്നെയായിരിക്കും, ചില സ്ഥലങ്ങളിൽ ഇത് രണ്ടും അവൈലബിൾ ആയിരിക്കും. ക്ലയൻസിന് ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ചൂസ് ചെയ്യാം. പ്രോട്ടോൺ വെൽനസിൽ എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? വെസ്റ്റേൺ ആൻഡ് ഓറിയന്റൽ സ്പാ തെറാപ്പീസ് ആണ്. ഓറിയന്റൽ എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ വേൾഡിൽ നിന്നുള്ള സർവീസ് ആണ്. ഇപ്പോൾ ബാലനീസ് മസാജ് ഒക്കെ പോലുള്ള, ഇപ്പം ഈസ്റ്റേൺ വേൾഡിൽ നിന്ന് ഡീപ് ടിഷ്യൂ പോലുള്ള മസാജസ്, ഇതിന്റെ കോമ്പിനേഷനാണ് അരോമ തെറാപ്പി എന്നൊക്കെ പറയുന്ന മസാജസ്. അങ്ങനെയുള്ള ആയുർവേദം നമുക്കില്ല, ആയുർവേദം നമ്മൾ ചെയ്യുന്നില്ല. വെസ്റ്റേൺ ആൻഡ് ഓറിയന്റൽ സ്പാ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വരുന്ന ക്ലയൻസിൽ ലേഡീസ് ആണോ ജെന്റ്സ് ആണോ കൂടുതൽ? ലേഡീസ് അബൌട്ട് ഒരു 30-40% ലേഡീസ് ഇപ്പോൾ കൂടുതൽ വരുന്നുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും ഇപ്പോൾ ഈ സെലിബ്രിറ്റി സൈഡിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ലേഡീസ് വരാറുണ്ട്. കൂടുതലും മെൻ തന്നെയാണ്. അതിൽ തന്നെ ബിസിനസ്സുകാരാണ് കൂടുതൽ. എബോവ് 40 മെന്നാണ് കൂടുതൽ വരുന്നത്. ഓക്കെ, ലേഡീസ് ആണെങ്കിൽ എബോവ് 35 25+ ഒക്കെ ഉള്ള വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ഇല്ലേ, യങ് ഏജിലുള്ള ഡോക്ടേഴ്സ് ഒക്കെ, അവരൊക്കെ കൂട്ടായിട്ട് ഗ്രൂപ്പായിട്ട് വരാറുണ്ട്. ഇപ്പം വലിയ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആയിട്ട് യങ് ഏജിൽ വരുന്നവർ എനിക്ക് തോന്നുന്നു കൂടുതലും ഡോക്ടേഴ്സ് ഉള്ളവരാണ് വരുന്നത്. പിന്നെ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളുടെ അവിടുത്തെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോട്ടോൺ വെൽനസിലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള തെറാപ്പി കാര്യങ്ങളൊക്കെ? നമുക്ക് മസാജസ് ആണെങ്കിൽ 4 ടൈപ്സ് ഓഫ് മസാജസ് ആണ്. അരോമ തെറാപ്പി, ഡീപ് ടിഷ്യൂ, ബാലനീസ് ആൻഡ് ട്രഡീഷണൽ തായ്. അപ്പോൾ അരോമ ലോ പ്രഷർ മസാജ് ആണ്, ഡീപ് ടിഷ്യൂ മീഡിയം ടു ഹൈ പ്രഷർ മസാജ് ആണ്, ട്രഡീഷണൽ തായ് എന്ന് വെച്ചാൽ ഡ്രൈ മസാജ് ആണ്. അതിൽ സ്ട്രെച്ചിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. സ്ട്രെച്ചിങ്ങും ഡ്രൈ മസാജും ആണ്, വിത്ത് ടവൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആൻഡ് ബാലനീസ് പറയുന്ന കോമ്പിനേഷനാണ്, ഈ പറയുന്ന ഡീപ് ടിഷ്യൂൻ്റെയും ട്രഡീഷണൽ തായുടെയും കോമ്പിനേഷനാണ് ബാലനീസ്.
ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ സ്ട്രെച്ചിങ്ങും ഉണ്ടാവും, മീഡിയം ടു ഹൈ പ്രഷർ മസാജും ഉണ്ടാവും. ഓക്കെ. പിന്നെ അതുകൂടാതെ ഫേഷ്യൽ ഉണ്ട്, പെഡിക്യൂർ, മാനിക്യൂർ, സ്ക്രബ്, റാപ്പ്, ഓ ഇതൊക്കെ സർവീസ്. അതും ഉണ്ട്. ഫുഡ് മസാജ്, ഹെഡ് ഫുഡ് മസാജ്. മസാജ്, ഹെയർ സ്പാ. ഹെയർ ഇല്ല, ഓ ഹെയർ ഹെയർ ഇല്ല. ഇല്ല, അതെന്താ? ഫേഷ്യൽ ഉണ്ട്. അത് ഹെയർ സ്പാ എന്ന് പറയുന്നത് ഹെയറുമായിട്ട് റിലേറ്റഡ് ട്രീറ്റ്മെന്റ് സലൂണിൽ വരുന്നതാണ്. ഓ സലൂണിൽ നമ്മൾ ഫുള്ളി പക്ഷെ ഇപ്പൊ ഫോക്കസ്. പെഡിക്യൂർ മാനിക്യൂർ വരുമ്പോ അതുണ്ട്, അതും ആക്ച്വലി സലൂണിൽ അത് വരുന്നത് തന്നെയാ സലൂണിലും ഉണ്ട്. കാറ്റഗറി. യെസ് യെസ്. പക്ഷെ ഇതിനകത്ത് സ്പായിൽ ആക്ച്വലി വരേണ്ടതാണല്ലോ ഫുഡ് മസാജ് പോലെ തന്നെ ഹെഡ് ഹെയർ മസാജ്, ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറിയൻ സ്പാ, അതൊക്കെ. ഹെയർ എന്ന് വെച്ചാൽ അല്ല, അത് ചെയ്യാൻ പാടില്ല എന്നല്ല, ചെയ്യാം. ഹാ. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. ഹെയർ തൊട്ട് കഴിഞ്ഞാൽ ഹെയർ കളറിംഗ് ഉണ്ട്, ഹെയറിന്റെ കണ്ടീഷനിങ് ഉണ്ട്, ഹെയറിന്റെ കുറെ പരിപാടികളുണ്ടല്ലോ. ഓ അപ്പോൾ അത് നമ്മൾ പർപ്പസ്ഫുള്ളി അതിലേക്ക് ചെയ്യുന്നില്ല. ചെയ്യാത്തതാണ്. Yes. ഓക്കെ. അപ്പൊ ഫുൾ ബോഡി സ്പാ ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഏതെങ്കിലും ക്ലയന്റിന് ഇത് വെച്ചിട്ട് അവരുടെ ഇഷ്ടം പോലെ വേറെ ഏത് വേണേലും ചെയ്യാം പെഡിക്യൂർ അല്ലേ? മാനിക്യൂർ ഒക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് വരാറുണ്ട്. ഇപ്പൊ പല സ്ഥലങ്ങളിലും ഈ അറ്റ്ലീസ്റ്റ് പറഞ്ഞ ഇപ്പൊ നെക്ക് ഷോൾഡർ ഒരു ഹെഡ് നെക്ക് ആൻഡ് ഷോൾഡർ ഉണ്ട്. ഉണ്ട്. ഹെഡ് നെക്ക് ആൻഡ് ഓക്കെ. ഷോൾഡർ മസാജ് ഉണ്ട്, ഹെഡ് മസാജ് ഉണ്ട്, ഹാ ഫുഡ് റിഫ്ലക്സോളജി ഉണ്ട്, ഫുഡ് ഹാ. മസാജ് ഉണ്ട്, അങ്ങനെ. ഉം, പിന്നെ പല കസ്റ്റമേഴ്സിന് ഇപ്പം പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, ഇപ്പം ഉം, ഡയബറ്റിക് ഒക്കെ ഉം, ആൾക്കാർ, നഖത്തിന്റെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഉം. അറിയാം, ഡയബറ്റിക് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരാറുണ്ട്. അവർക്കൊക്കെ ശരിക്കും പലപ്പോഴും നല്ലൊരു സ്പേസ് ഇല്ല. അതായത് പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഫീമെയിൽ ഫീമെയിൽ തെറാപ്പിസ്റ്റ് മെയിലായിട്ടുള്ള കസ്റ്റമർ അറ്റൻഡ് ചെയ്യാത്തൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ പല സലൂണിലും അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തതുണ്ട്. ആക്ച്വലി വി ആർ ഓൾസോ ഹെൽപ്പിംഗ് ദം ഓൾസോ. അതായത് അവർക്ക് പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ നമ്മുടെ അടുത്ത് ഒന്ന് ചെയ്യാം. ഓ റീസണബിൾ റേറ്റ്സ് ആണ്. ഓ ഓക്കെ. ഇനി നിങ്ങളുടെ തെറാപ്പിസ്റ്റിനെ സെലക്ട് ചെയ്യുന്നത് അതും സുകേഷ് തന്നെ ആയിരിക്കില്ലേ? ബേസിക്കലി നമുക്ക് അതിന്റെ ഒരു ഒരു ഇതെങ്ങനെയാ, രീതി എങ്ങനെയാ? നമ്മളിപ്പോൾ സിൻസ് വി ആർ വെൽ നോൺ, നമുക്ക് ഒരുപാട് നിലവിലുള്ള സ്റ്റാഫ് തന്നെ ഉം, അവരെ പുതിയ തെറാപ്പിസ്റ്റുകളെ റെഫർ ചെയ്യാറുണ്ട്. നമ്മൾ ആക്ച്വലി ഓക്കെ. തെറാപ്പിസ്റ്റ് എപ്പോഴും വരും. ഇപ്പം നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിന് മുന്നേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ കോളായിരുന്നു. ഷീസ് ഫ്രം പോണ്ടിച്ചേരി ആൻഡ് ഷീ വാണ്ട്സ് ടു വർക്ക് വിത്ത് ഉം, അസ്. ഹെർ ഫ്രണ്ട് വാസ് വർക്കിംഗ് വിത്ത് അസ്. അങ്ങനെ ഉം. റെഫറൻസ് ഇവിടെ വരും. ആൻഡ് ഐ ടേക്ക് മസാജ് ഫ്രം ഓൾ ദ തെറാപ്പിസ്റ്റ് ഓ ആൻഡ് എന്നിട്ട് യു ഐ സി സീ എങ്ങനെയാന്ന്. ഹൗ ദേ ആർ. ഇഫ് ദേ ആർ ഓക്കെ. നോട്ട് ഗുഡ് ഐ വിൽ നോട്ട് ടേക്ക് ദം. ഓ അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും വർക്ക് ചെയ്ത ആൾക്കാരെ മാത്രമാണ് നിങ്ങൾ എടുക്കുന്നത്, ഫ്രഷേഴ്സിനെ എടുക്കാറില്ല? ഫ്രഷേഴ്സിന് ആരെങ്കിലും റെഫറൻസിലൂടെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു തെറാപ്പിസ്റ്റ് ഉണ്ട്, ഉം. അവളുടെ സിസ്റ്റർ വരികയാണ്, ഞാൻ ട്രെയിൻ ചെയ്തോളാം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് അവരോട് പറയും നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കണം, വേറെ ഉം. ഏതെങ്കിലും സ്ഥാപനത്തിന് സർട്ടിഫിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എംപ്ലോയ് ചെയ്യാറുണ്ട്. ഓ ഓക്കെ. യെസ്. കാരണം ഈ തെറാപ്പിസ്റ്റിനെ നോക്കിയിട്ട് തന്നെയാണല്ലോ ഒരാൾ ക്ലയൻറ്റ് വീണ്ടും അങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ. ചില തെറാപ്പിസ്റ്റ് ചിലർ ചെയ്യുമ്പോൾ നല്ല സുഖമാണ്, നമ്മൾ ശരിക്കും നമ്മൾ റിലാക്സ്ഡ് ആവും, ശരിക്കും നമ്മൾ റിജുവിനേറ്റ് ചെയ്യും, റിഫ്രഷ് ചെയ്യും. അത് അറിഞ്ഞിരിക്കണം. എങ്ങനെ വെറുതെ അങ്ങ് ചുമ്മാ തിരുമ്മി വിടുന്നതിലല്ല സ്പാ എന്ന് പറയണേ. കറക്റ്റ് നക്കിളും ഒക്കെ വെച്ചിട്ട് അതെ. കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ശരിക്കും ഒരു ഒരു സൂതിങ് ഫീല് നമുക്ക് ഐ എം കിട്ടുക. സീയിങ് എ വെരി ഗുഡ് സ്പാ കസ്റ്റമർ. യു മസ്റ്റ് വിസിറ്റ് പ്രോട്ടോൺ. ആണോ? ആ, I കാര്യം would the like way to. you explain it, Yeah. actually it shows that. ബിക്കോസ് ഐ വുഡ് ലൈക്ക് ടു. എനിക്ക് ഇഷ്ടമാണ് സ്പം. പക്ഷെ ഈ പറയുന്ന പോലെ ഇവിടെ നമ്മുടെ നാട്ടിലും അത്ര എല്ലായിടത്തും അങ്ങനെ പോവാറില്ല. എഗെയിൻ ഈ സെയിം ഇഷ്യൂ കാരണം, പേടി കാരണം നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥിരമായിട്ടുള്ള ഒരു ഇതിൻ്റെ അടുത്ത് മാത്രമാണ് പോവാറുള്ളത്. Sure. അപ്പം ചില സ്ഥലങ്ങളിൽ നമുക്ക് അത്രയും എഗെയിൻ നമ്മൾ ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ഒന്ന് നമുക്ക് ഭയങ്കര ട്രാവൽ ചെയ്തു, നെക്ക് പെയിൻ വന്നു, ഒരു അസ്കിത തോന്നുന്നു എന്നൊക്കെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് ഓർത്ത് ചെല്ലുമ്പോൾ ഈ തെറാപ്പിസ്റ്റ് ചിലർ അത്രയും നല്ലതായിരിക്കില്ല. ചിലരിപ്പം ആയുർവേദിക് ആണെങ്കിലും അരോമയാണെങ്കിലും കുറേ ഓയിൽ ഇടുക എന്നല്ലാണ്ട് ആ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട രീതി ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഇപ്പോൾ പ്രോട്ടോണിൽ വന്നു കഴിഞ്ഞാലും ഇപ്പം ഞാൻ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഞാൻ പ്രോട്ടോൺ പറയാം, ഒബിയസ്ലി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് 10 to 15 മിനിറ്റ്സിൽ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. അതെ. അപ്പം തന്നെ കോൾ ടു ദ റിസപ്ഷൻ ആൻഡ് സേ ദാറ്റ് ഐ വാണ്ട് ടു ചേഞ്ച് ദ തെറാപ്പിസ്റ്റ്. ഓ അങ്ങനെയാണ് നിങ്ങൾ അപ്പം തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കും? യെസ്. ഓ മസാജ് ഫുള്ള് തീർന്നതിന് ശേഷം എന്താ വെച്ചാൽ യു ആർ ടു ലേറ്റ് അല്ലേ. അപ്പോഴേക്ക് നമ്മൾ 1 മണിക്കൂറോ അല്ലെ 1.5 മണിക്കൂറോ ആ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ആ ആൻഡ് തെറാപ്പിസ്റ്റിനും ഇതുണ്ട്, നമുക്ക് ഇൻസെൻറ്റീവ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അവർ ചെയ്യുന്ന സർവീസിന്. അപ്പോൾ ഇറ്റ് ബിക്കംസ് കോംപ്ലിക്കേറ്റഡ്. ബട്ട് വിത്തിൻ ദ ഫസ്റ്റ് 10 minutes, if you feel like this therapist is not the right person, വർക്ക് you ആവുന്നില്ല can എന്നുണ്ടെങ്കിൽ. immediately call ഓ to the reception and ask them to change. They will ഓ immediately change and they will start from beginning. ഓ ഓക്കെ. തന്നെ തുടങ്ങും. യാ ഗുഡ്. അതാണ് ആ ഒരു സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഗെയിൻ ഇത് തെറാപ്പിക്ക് വരുമ്പോൾ തന്നെ ചില ആൾക്കാർ സ്പൈലേക്ക് വരുമ്പോൾ ചിലർക്ക് ബാക്ക് പെയിൻ ഇഷ്യൂ ഉള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ അതൊരു മസിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂടുതൽ ആൾക്കാരും സ്പാ ഓപ്റ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഹെൽത്ത് പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ തെറാപ്പിസ്റ്റുകൾ എങ്ങനെയാണ് അതിനെ Basically, our recommendation is if you have a medical condition, don't come to spa. You go to പ്രോപ്പർ ആയുർവേദിക്? proper, I am not saying Ayurvedic, scientific ആയിട്ടുള്ള
എന്താണോ നിങ്ങളുടെ ഫിസിഷ്യൻ സജസ്റ്റ് സെന്റേഴ്സിൽ ചെയ്യുന്നത്, തന്നെ പോയിട്ട് അങ്ങനെ. വിത്ത് ഫിസിഷ്യൻസ് എന്താ പറയുക, നിങ്ങളുടെ ഡോക്ടർ എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യുക ഇഫ് യു ഹാവ് എ മെഡിക്കൽ കണ്ടീഷൻ. ബട്ട് ഓക്കെ. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ജനറൽ വെൽനസ്, കം ടു അസ്. ഓ, ഓക്കെ. ഈവൻ ഇഫ് ഇൻ കേസ് ജനറൽ വെൽനസ്സിൽ തന്നെ ഇതേപോലത്തെ ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും ആണെങ്കിൽ പോലും ആ ഇഷ്യൂസ് മെഡിക്കൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെറാപ്പിസ്റ്റ് അതനുസരിച്ച് തന്നെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക അല്ലേ? yes, but recommendation is this: you get a medical your medical condition checked and then come to us. ഓക്കെ. ആൻഡ് ദെൻ ഹൗ ഓഫൺ ആണ് ഇതേപോലത്തെ ഒരു വെൽനസ് നിങ്ങൾ മന്ത്ലി ആണോ അല്ലെ മന്ത്ലി തന്നെ എത്ര തവണയാണ് ബെറ്റർ, എങ്ങനെ എന്താ സജസ്റ്റ് ചെയ്യണേ? അത് ആൾക്കാരുടെ പ്രിഫറൻസ് പോലെയാണ്. ഇപ്പോൾ ഡെയിലി മസാജ് ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഐ മീൻ ഓ. മോശമായിട്ട് അത് ശീലമുള്ള ആളാണെങ്കിൽ ചില കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു കസ്റ്റമർ ഉണ്ട്, പുള്ളി അറബ് എന്തോ ആണ്, ഇവിടെ എന്തോ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഈ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എവറി ഡേ വരും ആൻഡ് രാവിലെ മുതൽ വൈകുന്നേരം വരെ മസാജ് എടുക്കും. ആൻഡ് ഹി ടേക്സ് മെമ്പർഷിപ്പ്. അയാൾ വന്നിട്ട് ഇപ്പോൾ 25,000 50,000 മെമ്പർഷിപ്പ് എടുത്താൽ അയാൾ തിരിച്ചു പോകുന്നവർക്ക് ആ മെമ്പർഷിപ്പ് തീർത്തിട്ടേ പോവുക. അങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും പുള്ളി. യെസ് 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 അങ്ങനെയുള്ളവരുണ്ട്. ഡെയിലി ഇപ്പോൾ അഡ്വൈസബിൾ ആണോ അങ്ങനെ രാവിലെ വൈകുന്നേരം അത് ശീലമാവുന്നതിനനുസരിച്ച് പറ്റും. അതർവൈസ് നമ്മളിപ്പോൾ ശീലമില്ലാത്തവരെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ബോഡി പെയിൻ ഒക്കെ വരില്ലേ. ശീലമുള്ളവർക്ക് അവരുടെ ബോഡിക്ക് അത് ഇതെല്ലാം നമ്മളെ വെൽനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൗ വെൽ ആർ യു ഫീലിംഗ്. നമുക്ക് ഇഫ് യു ആർ ഫീലിംഗ് ഓക്കെ ദെൻ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി പ്രോബ്ലം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഫോർ സം പീപ്പിൾ ഇറ്റ് മൈറ്റ് ബി വീക്ക്ലി എടുത്താൽ എന്തുകൊണ്ട് നല്ലതാണ്. വീക്ക്ലി വുഡ് ബി ഗുഡ്. ലൈക്ക് ഐ വുഡ് സേ എവ്രി വൺ ഷുഡ് ഹാവ് എ മീ ടൈം അല്ലേ. എല്ലാവർക്കും സ്വയം ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് യു കെ നോട്ട് ടേക്ക് കെയർ ഓഫ് അതേഴ്സ് അല്ലേ. അപ്പോൾ സോ ഇഫ് you have a good routine, like okay, once in a week you go to spa, you get a massage and you get a hot shower bath, and then you do you may watch a movie or you may take children out. അങ്ങനെ ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ട് സ്പാ നമ്മൾ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ ഭയങ്കര തിരക്കാണ്. സാറ്റർഡേ സൺഡേ നേരത്തെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തതിൽ ചിലപ്പോൾ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഓൾറെഡി ചെയ്യുന്നത്. ബട്ട് ഐ വുഡ് സേ ഇന്നിപ്പോൾ നമ്മൾ ജനറൽ വെൽനെസ്സിന് കൂടുതൽ പ്രാധാന്യമുള്ള കാലമാണ്. ആൾക്കാർ പീപ്പിൾ ആർ വർക്കിംഗ് ഓൺ ലോങ് അവേഴ്സ്. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ലൈഫ് സ്റ്റൈൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. പിന്നെ നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് കൂടുതലാണ്. അതായത് പണ്ട് നമ്മളിപ്പോൾ മനുഷ്യൻ ഇന്ന് നോക്കുകയാണെങ്കിൽ മൊത്തം ഇവല്യൂഷൻ്റെ ചരിത്രം എടുത്താൽ നമ്മളിപ്പോഴും ജീവിക്കുന്നത് ഗുഹാമനുഷ്യൻ്റെ തലച്ചോറുമായിട്ടാണ്. നമ്മൾ വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഇവല്യൂഷൻ അറിയാലോ, 10,000 വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ ബ്രെയിൻ ഇന്നത്തെ ആധുനിക ജീവിതത്തിൻ്റെ ഇവല്യൂഷൻ അനുസരിച്ച് പാകപ്പെട്ടില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കോർട്ടിസോൾ ലെവൽ വരാം, സ്ട്രെസ് വരാം, നമ്മുടെ ഹാർട്ട്. നമ്മൾ പലപ്പോഴും അറിയുപോലും ഇല്ല ആൾക്കാർ. ഇപ്പോൾ ഇതുപോലത്തെ സ്മാർട്ട് വാച്ചിലൊക്കെ ആകുമ്പം അലേർട്ട് വരില്ലേ, നിങ്ങൾ സ്ട്രെസ്സിലാണ് എന്നൊക്കെയില്ലേ. അപ്പോൾ ശരിക്കും സ്പാ എന്ന് പറയുന്നത്, പ്രൊഫഷണൽ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോഫിൻ എന്നുപോലുള്ള ഹാപ്പി ഹോർമോൺസിൻ്റെ ഒക്കെ സിക്രീറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. നിങ്ങളൊരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് സ്പായിൽ വരുന്നു. ഞാൻ പലപ്പോഴും കാണാറുണ്ട് ചില കസ്റ്റമർ ഉണ്ടാവും ഭയങ്കര ഇറിറ്റേറ്റഡ് ഫീലായിരിക്കും വരിക. ഐ മീൻ പലപ്പോഴും ഞാനെപ്പോഴും പറഞ്ഞു ഫീമെയിൽ കസ്റ്റമേഴ്സിനെ വളരെ ശ്രദ്ധിക്കണം, എക്സ്ട്രാ കെയർ കൊടുക്കണം എന്ന് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് എപ്പോഴും പറയാറുണ്ട്. ചിലപ്പോൾ ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് അങ്ങനെ ഫീമെയിൽ കസ്റ്റമേഴ്സ് ഭയങ്കര അധികം സംസാരിക്കുന്നില്ല, വേഗം നോക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പോകുമ്പോൾ വളരെ ഗ്രംപി ആയിട്ടായിരിക്കും പോകണ്ടാവുക. തിരിച്ചു വരുമ്പോൾ വളരെ റിലാക്സ്, ഭയങ്കര ഓൾ സ്മൈലിങ്, വെരി ഹാപ്പി. ഇങ്ങനെ ഞാൻ എപ്പോഴും കാണുന്ന സ്ഥലം. അപ്പോൾ ചിലപ്പോൾ ഞാൻ വരുമ്പോൾ സ്റ്റാഫ് അറിയുന്നു ഒരു ഫീമെയിൽ കസ്റ്റമർ വന്നിട്ട് കസ്റ്റമർ കുറച്ച് ചൂടിലാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആരാ തെറാപ്പിസ്റ്റ് ഞാൻ ചോദിക്കാൻ, ആരാ തെറാപ്പിസ്റ്റ്, ഓക്കെ യെസ്. തിരിച്ചു വരുമ്പോഴേക്ക് അത് റെഡി ആയിക്കോളൂ. തിരിച്ചു വരുമ്പോൾ ഫുൾ ഭയങ്കര സ്മൈൽ, ഭയങ്കര ചിറ്റാറ്റ്, അങ്ങനെ അവരെ സുഖിപ്പിച്ചങ്ങ് വിടും. യെസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ മോഡേൺ ഡേ ലൈഫ് സ്റ്റൈൽ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അടുത്ത കാലത്ത് മാത്രം പട്ടിണിന്ന് കയറിയ ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഒരു എല്ലാവർക്കും ഇല്ല ഞാൻ പറയാം, ഓക്കെ, അബണ്ടൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന കൈൻഡ് ഓഫ് ഒരുപാട് വർക്ക് ചെയ്യുന്നവർ ദേ ആർ ഏർണിങ് എ ലോട്ട് ഓൾസോ. അപ്പോൾ അവർ ശരിക്കും എവരി വൺ ഷുഡ് ഹാവ് എ മീ ടൈം. അവർ സ്വന്തം കാര്യം നോക്കണം. ആൻഡ് അവരുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനും അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യാനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പാ എന്നുള്ളൊരു ഒരു പരിപാടി. നിങ്ങളുടെ 7 days വർക്കിംഗ് ആണോ? യെസ്, 7 days. എത്ര തെറാപ്പിസ്റ്റുകളുണ്ട് ഒരു സെന്ററിൽ തന്നെ? ഒരു സെന്ററിൽ നമ്മൾക്കിപ്പോൾ സെൻട്രൽ സ്ക്വയർ മാളിൽ 8-10 തെറാപ്പിസ്റ്റ് ഉണ്ട്. CSM ഗ്രാൻഡ് മാളിലുണ്ട് 8 തെറാപ്പിസ്റ്റ് ഉണ്ട്. അതർ ബ്രാഞ്ചസിൽ 6-8 അത്രയുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ സാറ്റർഡേ സൺഡേസിലുള്ള
റഷ് ഹാൻഡിൽ ചെയ്യാനാണ്. ബാക്കിയുള്ള ദിവസം ഇത്ര തിരക്കുണ്ടാവണമെന്നില്ല. അതെ പക്ഷെ നമ്മൾ കസ്റ്റമർ വരുമ്പോഴേ നമുക്ക് അതാ അതൊരു ലൈഫ് സ്റ്റൈൽ ഇതും കൂടിയല്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു കപ്പ് ആവശ്യമുള്ളതിലും ഒരു 2-3 സ്റ്റാഫിന് അധികം വെക്കുന്നത് ഈ പറയുന്ന സമയത്ത് റഷ് ഉള്ള സമയത്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ വീക്ക് ഡേയ്സിൽ യൂഷ്വലി നിങ്ങൾക്ക് അറ്റ് എ ടൈം എത്ര ഒരു സമയം ചെയ്യാൻ അത് പറ്റും? ഓരോ സെന്റേഴ്സിലെ പോലെയാണ്. ഇപ്പം ഗ്രാൻഡ് മാളിലാണെങ്കിൽ 6 മസാജ് റൂംസ് ഉണ്ട്. ഒരു ഇത് ഉൾപ്പെടെ ഒരു കപ്പിൾ റൂം ഉൾപ്പെടെ. പിന്നെ പെഡിക്യൂർ ഉണ്ട്. CSM-ലാണ്ട് 8 റൂംസും പ്ലസ് പെഡിക്യൂർ ഉണ്ട്. തോപ്പുംപടി തൃപ്പൂണിത്തറങ്ങ് 6 റൂംസ് പ്ലസ് പെഡിക്യൂർ അവിടെ ഇല്ല. പക്ഷെ ഈ 2 സ്ഥലത്താണ് പെഡിക്യൂർ. ഡിമാൻഡ് കുറച്ച് ഇവിടെ ആയതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ അത് പെഡിക്യൂർ മാനിക്യൂർ ഇവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവിടെയും അടുത്ത് തന്നെ വരും. റിലേറ്റീവ്ലി ന്യൂ ബ്രാഞ്ചസ് ആണ്. ഈ ഒരു പേര് പറയുമ്പോഴും ഇപ്പം എപ്പോഴും എന്റെ മനസ്സിലേക്ക് വരുന്ന ഫുൾ നമുക്ക് ഈയിടെ ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നില്ലേ, റിച്ച് ഷൈൻ്റെ സ്പാ. അപ്പം ആ സ്പായിലൂടെ ഈ ഒരു സ്പാ ലോകത്തെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് അതിൽ വന്നത്. കണ്ടിരുന്നോ അല്ലേ? എവറി ഷെയ്ഡ് നമ്മുടെ സുഹൃത്താണ്. ഈ പടത്തിന്റെ സമയത്ത് പുള്ളി എന്നെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് എന്താ പറയാ അതിന് വേണ്ട ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ പടത്തിൽ കാണിക്കുന്ന എവറി ഷൈൻ്റെ സ്പാ ആണ്. ദാറ്റ് ഈസ് നോട്ട് റിയൽ ലൈഫ് സ്പാ അല്ല. പക്ഷെ ഇതൊരു ഞാൻ കണ്ട ആ പടം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ടൈപ്പ് ഓഫ് സ്പായുടെയും മറ്റൊരു ടൈപ്പ് ഓഫ് സ്പായുടെയും കോമ്പിനേഷൻ ആയിട്ടാണ് പുള്ളി അത് എടുത്തിരിക്കുന്നത്. ആ മറ്റേ ടൈപ്പ് സ്പാകളിൽ ഈ സർവീസ് ഒന്നും ഇത്ര പക്കയായിട്ടൊന്നും ചെയ്യൂല. അവരുടെ ഫോക്കസ് വേറെയാണ്. അപ്പോൾ പക്ഷെ നമ്മുടെ ടൈപ്പിലുള്ളൊരു സ്പാ അങ്ങനെയുള്ളൊരു സ്പാ ആയിട്ടാണ് പുള്ളി ആ പടത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പുള്ളി നല്ല സുഹൃത്താണ്. നമ്മള് ഇതിനെപ്പറ്റി സംസാരിക്കും. പടം കണ്ടിരുന്നു. ഞാൻ പുള്ളിയുടെ കൂടെ തന്നെ പോയിട്ട് കണ്ടായിരുന്നു. പിന്നെ ഞാനും സിനിമ മേഖലയൊക്കെ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞാനതിനെ വേറെ ആൾക്കാർക്ക് പറഞ്ഞു, ഈ പടം നമുക്ക് വലിയ പാരയാണ്. ഞാൻ പറഞ്ഞ അല്ല, എന്ത് പാര. ഇപ്പൊ പോലീസുകാരെ തെറ്റായിട്ട് സിനിമ കാണിക്കാറില്ല, രാഷ്ട്രീയക്കാരെ തെറ്റായിട്ട് സിനിമ കാണിക്കില്ല. അതേപോലെ സ്പാ പുള്ളി ഒരു കഥ പറയാനുള്ള ഒരു സാധനം എടുത്തു. അതിൽ കുറച്ച് നല്ല രസമുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ആൾക്കാർ എന്തായാലും എൻജോയ് ചെയ്തു. ചിലരൊക്കെ സ്വയം അനുഭവമാണെന്ന് അറിയില്ല, നല്ല ചിരി കാണുന്നുണ്ട് തിയേറ്ററിൽ. ഗുഡ് മൂവി ടു വാച്ച്. ഓക്കെ. സുകേഷ് പൊതുവെ എങ്ങനെയാ ഇപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം പുറമെ ട്രാവൽ ചെയ്യാനും ഇഷ്ടമുള്ള ആളാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് സ്പാ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. യെസ്. ഞാൻ ഏത് സ്ഥലത്ത് പോയാലും ഞാൻ അവിടെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും അവിടുത്തെ സ്പാ എങ്ങനെയാണ്. പല സ്ഥലത്തും വിളിച്ചു ചോദിക്കും. ആൻഡ് ചിലപ്പോൾ അവരോട് നിങ്ങൾ ഫോട്ടോ അയച്ചാന്ന് പറയും. മറ്റേ ഏത് റൂംസ് സെറ്റപ്പിൻ്റെ ഫോട്ടോ അയച്ചാൽ പറയും. ചിലപ്പോൾ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ റൂം സെറ്റപ്പിൻ്റെ ഫോട്ടോ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രധാനമാണ്. റൂം സെറ്റപ്പ് കണ്ടാൽ നമുക്ക് അറിയാം ഒരു പ്രൊഫഷണൽ ആണോ സ്ഥലം. പിന്നെ അവിടെ കയറുമ്പോൾ തന്നെ ആ സ്പായുടെ സ്മെല്ല് വരുമ്പോഴും നമുക്കറിയാം പ്രൊഫഷണൽ ആണ്. അല്ലാത്ത സ്ഥലമാകുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ ഐ ട്രാവൽ ക്വൈറ്റ് എ ലോട്ട്. ജോലീൻ്റെ IT ജോലീൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ യൂറോപ്പിൽ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ നോക്കാറുണ്ട് നല്ല സ്പാ. ഓക്കെ. കാരണം അത്രയും കൂടുതൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അത് ഇൻപുട്ട് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് ഐഡിയ കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ ഇൻസ്പിറേഷൻ എടുത്തത് ആദ്യം ഞാൻ ആ പറഞ്ഞ ഒരു ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സ്പാ ബ്രാൻഡ് ഉണ്ടല്ലോ, ആ ബ്രാൻഡിനെയാണ്. ഓക്കെ, ബ്രാൻഡ് പറയാം O2 എന്നുള്ളൊരു സ്പായാണ് ഞാൻ തുടക്കത്തിൽ വളരെ ഇൻസ്പിറേഷൻ എടുത്തത്. അവരുടെ ബ്രാൻഡ് ഇന്ന് വേറെയാണ്. അങ്ങനെ നല്ല സ്പാകളും നല്ല സ്പാ മാത്രമല്ല, നല്ല ഹോട്ടൽസോ നല്ല ഹോസ്പിറ്റാലിറ്റി മേഖലയിലുള്ള എന്തിലും നമ്മൾ വിസിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ അന്ന് പലതിനും ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ഓക്കെ. ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രൊഫഷൻ എങ്ങനെയാണ് ക്ലയൻസിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നത്? ഇപ്പം ഗൂഗിളിലൊക്കെ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ചാലഞ്ചിങ് അല്ലേ? എങ്ങനെയാണ് ക്ലയൻസിനെ കൺവിൻസ് ചെയ്യണത്? ക്ലയൻസ് പ്രധാനമായിട്ടും ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ അറിയുന്നവരാണ്. അതായത് അവർ നോക്കുന്നത് ഇപ്പം ഫോർ യു സെഡ് യു ഗോ ടു ദോസ് നെയിംസ് അല്ലേ. അതേപോലെ കസ്റ്റമേഴ്സ് അവർ കോൾ ചെയ്യും, അവർ വരും, അവർ നേരിട്ട് കാണും. പലരും റൂം കാണാൻ വേണ്ടി പറയാറുണ്ട്. നമ്മുടെ സ്പായുടെ ഒരു അരോമ വെക്കുമ്പോൾ തന്നെ അറിയാം. കസ്റ്റമേഴ്സ് ആർ വെരി നോളജബിൾ. കസ്റ്റമേഴ്സ് മണ്ടന്മാരല്ല. കസ്റ്റമർക്ക് അറിയാം ഈ പറഞ്ഞ പോലെ ഏത് സ്ഥലം എങ്ങനെയാണെന്നുള്ളത് കസ്റ്റമർക്ക് അറിയാം. അത് പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു സർവീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇപ്പോൾ അവർക്ക് കിട്ടിയ സർവീസ് നല്ലതാണെങ്കിൽ അവർ വീണ്ടും വരും. അവർ വീണ്ടും വരുമ്പോൾ അവർ മെമ്പർഷിപ്പ് എടുക്കും. ആൻഡ് അവർ വീണ്ടും മെമ്പർഷിപ്പ് എടുക്കും, നമ്മളവരോട് കൂടി മെമ്പർഷിപ്പ് എടുക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഇത് കസ്റ്റമർക്ക് എനി മൊമെൻറ്റ് കസ്റ്റമർക്ക് ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായാൽ കസ്റ്റമർക്ക് നമ്മളോട് ട്രസ്റ്റ് പോയില്ലേ, പിന്നെ ഈ കസ്റ്റമർ വരില്ല. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇതുപോലൊരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രധാനം കസ്റ്റമർ എന്ത് പറഞ്ഞാലും കസ്റ്റമർ പറയുന്നത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ കസ്റ്റമർ പറയുന്നത് ശരിയാണ് എന്നുള്ളത് കസ്റ്റമറുടെ ഫീലാണ്. അപ്പോൾ നമ്മൾ ആസ് എ മാനേജർ, ആസ് എ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ തെറാപ്പിസ്റ്റ് നമ്മൾ നോക്കേണ്ടത് വിത്തിൻ അവർ SOPs. നമ്മുടെ SOP ഉണ്ടാവുമല്ലോ, ഈ SOPൻ്റെ ഉള്ളിൽ വാട്ട് ബെസ്റ്റ് വി ക്യാൻ ഡു ടു മേക്ക് ദ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് എന്നുള്ളതാണ്. SOP ഫോളോ ചെയ്യുക പ്രധാനമായിട്ടും. ആൻഡ് ഓൾസോ
ലിസൺ മോർ ആൻഡ് മിക്കവാറും അങ്ങനെ ഒരു വലിയൊരു പ്രശ്നങ്ങളുള്ള പരാതിയൊന്നും പരിഹരിക്കാൻ പറ്റാത്ത പരാതിയൊന്നും ഉണ്ടായാൽ ഞാൻ വിളിക്കും. ഞാൻ വിളിച്ചിട്ട് കസ്റ്റമർ അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. നമുക്ക് ഞാൻ വിളിച്ചിട്ട് കസ്റ്റമർ ഓക്കെ നിങ്ങൾ വിളിച്ചത് നന്നായി, പക്ഷെ ഞാൻ റിവ്യൂ മാറ്റൂല എന്നൊക്കെ പറഞ്ഞ കസ്റ്റമർ, ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഫൈൻ, കീപ് ഇറ്റ് ദേർ. അങ്ങനെയൊക്കെ ചെറിയ 1-2 നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കാണും. അത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ഓവറോൾ അവർ കസ്റ്റമേഴ്സ് ആർ വെരി ഹാപ്പി. റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഒരുപാടുണ്ടോ? റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആണ് പൊതുവെ ഒരു 30-40% റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് തന്നെയാണ്. അപ്പൊ അത്രയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെയാണല്ലോ അവർ തീർച്ചയായിട്ടും വീണ്ടും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ വേറെ ബ്രാഞ്ചസ് പോവാം. ഇപ്പൊ ഒരാള് ഇപ്പൊ സ്പാ കസ്റ്റമേഴ്സിന്റെ അവിടെ എന്തൊരു മെമ്പർഷിപ്പ് എന്തോ ഉണ്ട്, അതെന്താ പറയൂ. അതായത് നമുക്ക് ഒരു പ്രൈസ് സ്ലാബ് ആണ്, ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം സിൽവർ മെമ്പർഷിപ്പ് ആണെങ്കിൽ യു പേ 25,000, യു ഗെറ്റ് 35,000 വർത്ത് ഓഫ് സർവീസസ്. അപ്പൊ അങ്ങനെ വാലിഡിറ്റി എത്ര നാളാണ്? വാലിഡിറ്റി അതിന് 1 year ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള പാക്കേജിന് വാലിഡിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ട്. ജെന്യൂൻ ആയ റീസൺസ് നമ്മൾ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊന്നും അത്ര പ്രശ്നമുള്ള കേസല്ല. നമ്മളങ്ങനെ വാലിഡിറ്റി ഇപ്പൊ ജിം മെമ്പർഷിപ്പ് ഇല്ലേ, നിങ്ങൾ പോവാതിരിക്കുന്നതാണ് അവരുടെ ലാഭം. അതുപോലെയല്ല നമ്മൾ കസ്റ്റമറെ വാലിഡിറ്റി വരുത്തിക്കും. കാരണം ഒന്ന് അവര് പൈസ തന്നതാണ് നമ്മൾക്ക്. അപ്പൊ നമ്മുടെ കയ്യിൽ ആ പൈസ ഇരിക്കുന്നിടത്തോളം നമുക്കൊരു ടെൻഷനാണ്. കാര്യം ഒന്ന് ഇവരുടെ പൈസ അവിടെ ഇരിക്കുകയല്ലേ. അപ്പൊ ഇവർ വരുമ്പോൾ അടുത്ത വരുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റ് ഇല്ലെങ്കിലോ അപ്പൊ ഇവർ നമ്മൾ വരുത്താൻ നോക്കും. ആൻഡ് ഇവർ ഈ മെമ്പർഷിപ്പ് തീർത്താലല്ലേ നമുക്ക് വീണ്ടും അവരുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. നമ്മൾ ആ ജിമ്മുകളെ പോലെ അല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ അവരെ കൂടുതൽ വരുത്താനാണ് നോക്കുന്നത്. ഞാൻ പറയാറുണ്ട് കസ്റ്റമേഴ്സിന് മെസ്സേജ് അയച്ചാൽ കസ്റ്റമർക്ക് ഒരു മെസ്സേജ് അയക്കരുതെന്നൊക്കെ പറയും. ബട്ട് അതർവൈസ് ഹാപ്പി അവേഴ്സ് എന്നുള്ള ഓഫർ ഉണ്ട്. ഉണ്ട് നമുക്ക്. അത് മൺഡേ ടു ഫ്രൈഡേ, വീക്കെൻഡ് ഞാൻ പറഞ്ഞില്ല തിരക്കാണ്. 11 AM to 3 PM വരെ സർവീസ് എടുക്കുന്നവർക്ക്. അത് ഗ്രാൻഡ് മാളിൽ, സെൻട്രൽ സ്ക്വയർ മാളിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അവർക്ക് 60 മിനിറ്റ്സിന്റെ മസാജ് എടുത്താൽ 30 മിനിറ്റ്സിന്റെ മസാജ് ഫ്രീ കിട്ടും. തോപ്പുംപടി, തൃപ്പൂണിത്തുറ, യു ആസ്ക് എനി ടൈം, ദേ വിൽ മോസ്റ്റ്ലി ഇതാണ് ടൈമെങ്കിലും അവർ മോസ്റ്റ്ലി. അത് പുതിയ ബ്രാഞ്ചാണ്, റിലേറ്റീവ്ലി പുതിയ ബ്രാഞ്ചാണ്. അവിടെ എത്തിപ്പെടാൻ മറ്റ് ബ്രാഞ്ചിനേക്കാൾ കുറച്ച് പ്രയാസമുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ ഇപ്പം ഫുൾ ടൈം ഹാപ്പി അവേഴ്സ് ഓഫർ അവൈലബിൾ ആണ്. യു ക്യാൻ ആസ്ക്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കുവാണെങ്കിൽ ഫുൾ ബോഡി സ്പാ ഉണ്ട്, അല്ലെങ്കിൽ ഫുഡ് മസാജ് ഉണ്ട്. ഇതിൽ എല്ലാം കൂടി ചേർന്നതാണോ, പെർട്ടിക്കുലർ ആയിട്ട് ഒരൊറ്റ സ്കീമിന് മാത്രമാണോ ഒരു ഇത് കൊടുക്കുന്നത്? ഇല്ല, എല്ലാത്തിനും എടുക്കാം. എല്ലാത്തിനും എടുക്കാം. ആ പ്രൈസ് വാല്യൂ ആണ് നോക്കുന്നത്, എത്ര പ്രൈസിന്റെ എടുക്കുന്നുള്ളത്. ഓക്കെ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഇതിനെ അങ്ങ് നല്ല രീതിയിൽ ഇത് സെയിൽസ് പഠിച്ചു, മാർക്കറ്റിംഗ് പഠിച്ചു, എങ്ങനെ ഇത് ചെയ്യാന്ന് പഠിച്ചു, കംപ്ലീറ്റ് എല്ലാം പഠിച്ചിട്ട് ഇത് കറക്റ്റ് ആയിട്ട് അങ്ങ് സെല് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഉപകാരമുള്ള സാധനം ഉപകാരമില്ലാത്ത സാധനമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു ഇതാണ്. അതെ, ബിസിനസ് സ്റ്റിൽ എന്താ പറയാ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് എക്സ്പീരിയൻസസ് ആണ് സുകേഷിനെ ഓൾ ദ മോർ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് താങ്കൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് മോർ ഓവർ ഇനി അത് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗോവയിലേക്കും ട്രിവാൻഡ്രത്തേക്കും. ട്രിവാൻഡ്രമൊക്കെ ഓക്കെ, നമുക്ക് പിന്നെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് വിചാരിക്കാം. ഇപ്പം ഗോവയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി നിറഞ്ഞ സ്പാ സെന്റേഴ്സ് ഒരുപാടുണ്ട്. പിന്നെ വേറൊരു നാടാണ്. അപ്പം അവിടെ ആണെങ്കിലും അപ്പം അതിൻ്റെയൊക്കെ സുകേഷ് ആലോചിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇവിടെ തന്നെ ഇപ്പൊ സെൻട്രൽ മോളിൽ തന്നെ നിങ്ങൾക്ക് ഒരു ബിറ്റർ എക്സ്പീരിയൻസ്, ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് 2 weeks ബിഫോർ. അപ്പൊ അങ്ങനത്തെ ഒരു ഗോവ പോലത്തെ സ്ഥലത്തൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് ഒരു പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഈ എക്സ്പാൻഷൻ എനിക്ക് ഒറ്റക്ക് സാധ്യമല്ല. ഐ വിൽ നീഡ് സം ലോക്കൽ പാർട്ട്നേഴ്സ്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഗോവയിൽ ഐ എം ആക്ച്വലി പാർട്ട്ണറിങ് വിത്ത് ലോക്കലായിട്ടുള്ള ആൾക്കാരായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഫോർ സം ബ്രാഞ്ചസ് വി ആർ ടേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഓൾസോ. പക്ഷേ ആ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ പൈസക്ക് നമുക്ക് ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. വി ഹാവ് 0 ലോൺ. ഇൻവെസ്റ്റ്മെന്റിന് ബുദ്ധിമുട്ടില്ല. ആക്ച്വലി ദർ ആർ മെനി പീപ്പിൾ ഹു ആർ കമ്മിങ് ടു മീ ടു ഇൻവെസ്റ്റ്. പക്ഷേ നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഇതേപോലെ ഈ ഗ്രോത്തിൽ നമ്മൾക്ക് കൂടെ ഒരു ചെറിയൊരു സപ്പോർട്ടൊക്കെ വന്നാൽ തരാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗോവയിലും അതുപോലെ ട്രിവാൻഡ്രത്ത് അങ്ങനെയല്ല. പക്ഷേ ഗോവയിൽ ആക്ച്വലി ഐ ഹാവ് എ വെരി സ്ട്രോങ് പാർട്ട്ണർ. വി മൈറ്റ് ഡു. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് 100%, ബട്ട് ടോക്സ് ആർ ഗോയിങ് ഓൺ. അങ്ങനെയാണ്. അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, വളരെ റിസ്കിയാണ്. കാരണം അവിടുത്തെ ലോക്കൽസിനെയും നമുക്കറിയാം, പല തരത്തിലുള്ള ആൾക്കാരാണ് അവിടെ വന്ന് വീടുന്നത്. എല്ലാം ഭയങ്കര സ്കാമി ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ എല്ലാ സ്ഥലങ്ങളുണ്ട്. ഞാൻ അവിടെ പോയി ഞാനൊരു റിസർച്ച് ഒക്കെ ചെയ്തു. അവിടെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള നമ്മുടെ പോലുള്ള ബ്രാൻഡ്സ് 1-2 ബ്രാൻഡ്സ് ഉണ്ട് നന്നായി ചെയ്യുന്നത്.
ആൻഡ് സുഖത്തായി പോലുള്ള ബ്രാൻഡ്സ് ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയി ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ റെപ്യൂട്ടഡ് ബ്രാൻഡ്സ് ഉണ്ട്, പക്ഷേ മറ്റൊരു ബ്രാൻഡിനെ പറ്റി പറയാൻ പറ്റാത്തതാണ്. ഓക്കെ, യാ. സോ യാ, ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ചാലഞ്ചസ് ആർ ദെയർ. ചാലഞ്ചിൽ പിന്നെ ഒരു രസമില്ലല്ലോ. അതെ, ഭയങ്കര ചാലഞ്ചസ് ഉള്ള ഒരു സംഭവമാണ്, റിസ്കിയാണ് ശരിക്കും. Yes. പക്ഷെ യു ആർ റെഡി അല്ലേ അതിലേക്ക് നോക്കാൻ പോവാന്നുള്ളതാണ്. സോ വാട്ട് നെക്സ്റ്റ്? ഇപ്പം എപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന സുകേഷിന് ഇനി തൽക്കാലത്തേക്ക് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ ആണ് മനസ്സിലെ പ്ലാൻ എന്ന് പറഞ്ഞു. എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ഇനി എനിക്ക് ഈ ഒരു ബിസിനസ്സും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? സിനിമ എടുക്കണം, സിനിമയിൽ അഭിനയിക്കണം, ആഹാ, ആഗ്രഹത്തിലുള്ള. സിനിമ ഭ്രാന്തും ഉണ്ട്. ഐ സീ ഓൾമോസ്റ്റ് എവറി ന്യൂ ഫിലിം. എന്നാ പിന്നെ സ്പൈല് തന്നെ അഭിനയിക്കായിരുന്നല്ലോ. അന്നേ പുള്ളി എൻ്റെ ഇടയ്ക്ക് നീ ഉപദേശമൊക്കെ എടുക്കാനാണ്, എനിക്ക് റോള് തന്നില്ല. ഞാൻ പറഞ്ഞു ഇത് പറ്റില്ല, അടുത്ത പടത്തിൽ വേണമെങ്കിൽ എനിക്ക് റോള് തരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഇതിപ്പോ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. അതെ, വിളിക്കാറുണ്ട് ഇടയ്ക്ക്. ഞാൻ പറഞ്ഞു അടുത്ത പടത്തിൽ എന്നെ പറ്റിക്കുന്ന റോള് തരണം. പറ്റൂല. ആ സ്പാ സിനിമയുള്ള ലാസ്റ്റിലത്തെ അധോലോക അവനില്ലേ, ഒരാൾ വന്നിട്ട് വെടിപ്പൊക്കെയൊക്കെ, അതെനിക്ക് തരായിരുന്നു ഞാൻ പറഞ്ഞു. ലുക്കൊക്കെ വെച്ച് ഞാൻ ഓൾമോസ്റ്റ് മാച്ച് ആവുമായിരുന്നു, പക്ഷെ തന്നില്ല. അതും കിട്ടില്ല. അപ്പൊ സിനിമാ മോഹം ഉണ്ട്. പലതും ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെ ചെയ്ത് ചെയ്ത് ഈ ബിസിനസ്സിലൂടെ കിട്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഒരു പ്രൊഡക്ഷൻ, ഒരു സിനിമ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഈ സ്പാ ലോകത്തെ വേറെ എന്തെങ്കിലും ഒരു, ഇപ്പൊ എബ്രിഷന്റെ സ്പാ ആണല്ലോ നമ്മൾ കണ്ടത്, ഇപ്പൊ ഷൈൻ ചേട്ടന്റെ അല്ലാത്ത ഒരു വേറിട്ട ലോകം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോണ്ടോ ഒക്കെ സ്പാലിന് സിനിമ എടുക്കാൻ ഞാൻ പ്ലാനില്ല. പക്ഷെ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ആക്ച്വൽ ഉദ്ദേശം ഒരുപാട് കാശുണ്ടാക്കുക എന്നതിലുപരി ഇത് സംഭവം ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലാണ്. എവറി ഡേ യു ഹാവ് ചാലഞ്ചസ്. അപ്പോൾ നമ്മൾ ഒരു ശൂന്യതയിൽ നിന്ന് ഒരു സാധനം സൃഷ്ടിച്ചെടുക്കുന്ന, ഒരുപാട് ആൾക്കാർ അറിയുന്ന, ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന, അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് സൃഷ്ടിച്ചെടുക്കുകയും ഒരു ബിസിനസ്സായി അതിന് വളർത്തി, അതിലൊക്കെയാണ് ത്രില്ല്. പൈസ എന്ന് പറയുന്നത്, പൈസ ഇങ്ങനെ ഇരുട്ട് വരും, വേറെ കുറേ ചിലവർ അങ്ങോട്ട് പോകും, അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് പൈസ നമ്മുടെ ചിലവിനെടുക്കും. എന്നതിലപ്പുറം നമ്മൾ പൈസയ്ക്ക് വേണ്ടിയല്ല സത്യത്തിൽ ഇത് ചെയ്യുന്നത്. സിനിമ പ്രൊഡക്ഷൻ തീർച്ചയായിട്ടും ഒരു കാലത്ത് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്യട്ടെ എന്തായാലും. പക്ഷെ ഈ ബിസിനസ് ഇപ്പൊ പറഞ്ഞപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചിരിച്ചുകൊണ്ട് സുകേഷ് പറഞ്ഞു. പക്ഷെ ബിസിനസ് എന്ന് പറയണത് എപ്പോഴും നമുക്ക് ടെൻഷൻ തന്നെ ഉള്ളതാണ്. കയ്യിലേക്ക് പൈസ വരുമ്പോഴും പൈസ പോകുമ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണമെങ്കിലും ഒക്കെ ശരിക്കും എഗെയിൻ റിസ്കിയാണ്, ചാലഞ്ചിങ് ആണ്, അതൊരു ടെൻഷൻ ആയിട്ടുള്ളൊരു സംഭവമാണ് അത്. പക്ഷേ അത് സുകേഷ് അത് വളരെ ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണോ? അതായത് ഇത് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഐ വുഡ് സേ ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്. നമ്മളെ സ്വയം ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ കേന്ദ്രമായിട്ടൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇപ്പം ഐ ടോൾഡ് യു ദാറ്റ് ഐ വാസ് സംബഡി ഹു ലോസ്റ്റ് മൈ പാരൻസ് അറ്റ് എ യങ് ഏജ്. ഞാൻ ആ സമയത്ത് ഐ വാസ് ടോട്ടലി ഡിപ്രസ്ഡ്, ഭയങ്കര ഡിപ്രഷൻ. ഓരോ നിമിഷവും നമ്മളെല്ലാവരും മരിക്കും, ഓരോ നിമിഷവും നമ്മളിങ്ങനെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയില്ലേ, പിന്നെ ഈ ജീവിക്കുന്നതിൽ എന്തർത്ഥം എന്നൊക്കെ ആലോചിച്ചിൻ്റെ കാലം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. ഞാൻ ആ സമയത്ത് എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്, 4ാം ക്ലാസ് മുതൽ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഞാൻ അന്നേരത്തെ ആ കാലത്തുള്ള ഇപ്പം MT ആണേലും മുകുന്ദനാണേലും സക്കറി ആണേലും എല്ലാ ആ കാലത്തെ വലിയ വലിയ എഴുത്തുകാരുടെ, പുനത്ര കുഞ്ഞബ്ദുള്ളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള എഴുത്തുകാരാണ്. അങ്ങനെ നമ്മൾ ആ കാലത്ത് വായിച്ച് നമ്മുടെ കഥയും നമ്മുടെ സ്വന്തം കഥയും വേറൊരു കഥയായി കാണാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുകൊണ്ട് എന്ത് ചാലഞ്ച് വന്നാലും ഞാൻ അതൊരു കഥയാണെന്ന് അങ്ങോട്ട് വിചാരിക്കും. ആൻഡ് സത്യത്തിൽ അങ്ങനെയാണ്. ഐ ഡോണ്ട് ടേക്ക് മൈസെൽഫ് ടു സീരിയസ്. ഞാൻ ഒരേ സമയം ലൈഫിനെയും ബിസിനസ്സിനെയും വളരെ സീരിയസ് ആയി കാണുമ്പോൾ തന്നെ ഓൺ ദ അതർ സൈഡ് ഐ ഡോണ്ട് ടേക്ക് മൈസെൽഫ് ടു, എന്താ പറയുക, അങ്ങനെ ഭയങ്കര സീരിയസ് ആയി കാണുന്നില്ല. അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ലെവലിലാണ്. കൂൾ, വെരി കൂൾ. അത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ഈ ഒരു മെന്റാലിറ്റി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു സുകേഷിന്റെ തന്നെ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു സംഭവം എന്തോ ആണത്. ജസ്റ്റ് കീപ് യുവർ സെൽഫ്. അല്ല, ഇത് സിമ്പിളാണ്. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ ഒരാൾ നിന്നിട്ട് നമ്മളെ നോക്കുന്നതായിട്ടും ഞാൻ അങ്ങോട്ട് സങ്കല്പിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലോ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാലോ ഒക്കെ അയാൾക്ക് ചിരിക്കാമല്ലോ, എനിക്കല്ലേ ചിരിക്കാൻ പാടില്ലാണ്ടല്ലോ. സോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ അയാളുടെ കണ്ണിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് കിട്ടും. അപ്പോൾ എന്തിനും ഒരു ഡിഫറെൻ്റ് ആയ പെർസ്പെക്റ്റീവ് കിട്ടിയാൽ ലൈഫ് കുറച്ചുകൂടി ഫണ്ണാവും. നമ്മൾ വിചാരിക്കുന്നത് മാത്രമാണ് ലോകത്തിൻ്റെ കേന്ദ്രമെന്നും നമ്മൾ മാത്രമാണ് എല്ലാമെന്നും ചിന്തിക്കാതിരിക്കാനുള്ളൊരു കൈൻഡ് ഓഫ് ഈ ഒരു മെൻ്റൽ ഫ്രെയിംവർക്ക് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഫാദർ നഷ്ടപ്പെടുകയും അമ്മയ്ക്ക് വളരെ പെട്ടെന്ന് അസുഖം വരികയും ഹൈസ്കൂളിൽ നിന്ന് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ലൈഫ് സിറ്റുവേഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇന്നത്തെ പോലെ പറഞ്ഞു തരാനൊന്നും ആരും ഇല്ല. അപ്പം നമ്മൾ തന്നെ സ്വയം
ഓരോ ട്രിക്കും കണ്ടുപിടിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എനിക്കുണ്ട് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കുഴപ്പങ്ങൾ എനിക്കുണ്ട്. മേ ബി സംടൈംസ് ഐ എം ലെസ് എംപത്തറ്റിക് സംടൈംസ്. കാര്യം ഞാൻ ഇതിനിങ്ങനെ കാണുന്നത് അല്ലേ. ഇതിൻ്റെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെതായ കുറേ ദോഷങ്ങളുണ്ട്. എനിക്ക് അതിൻ്റെ ദോഷങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട്. എൻ്റെ വൈഫിനാണ് അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. ബിസിനസ് വേണ്ടാന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല ഇതിലേക്ക് എത്തിയതിനു ശേഷം? ഞാൻ എത്ര റിസ്ക് വന്നിട്ടും ഇല്ല, അങ്ങനെ ഇല്ല. ഇതല്ലെങ്കിൽ ഞാൻ വേറെ ബിസിനസ് ചെയ്യും. എനിക്ക് ബിസിനസ് തന്നെ ബിസിനസ് തന്നെ ചെയ്യുള്ളൂ. വേറൊരാളുടെ കീഴെ അണ്ടറിൽ വർക്ക് ചെയ്യാനുള്ള ഒരു മടി കാരണമാണോ? അതുകൊണ്ടല്ല. വേറെ ആൾക്കാരുടെ നമ്മൾ ഒരിക്കലും ആരുടെയും ഇപ്പൊ നമ്മളെപ്പോഴും കസ്റ്റമറുടെ ഇതിലല്ലേ, കസ്റ്റമറല്ലേ നമ്മുടെ മുകളിൽ നിൽക്കുന്ന ഇതുപോലുള്ള ബിസിനസ്സിൽ. അതെ, അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കൊടുക്കണം. പക്ഷെ നേരെ തിരിച്ചൊരു സാലറി എംപ്ലോയി എന്ന് പറയുമ്പോഴത്തേക്ക് വിച്ച് ഇസ് എൻ്റർലി ഡിഫറെന്റ് അല്ലേ. സാറുമാരുടെ നമുക്ക് ഇത്രയും ടൈം ലൈൻ ഉണ്ടാവും, മറ്റേതുണ്ടാവും, കുറച്ചും കൂടെ ഹെക്ടിക് ആണ്. ഇതിനകത്തും ഉണ്ട്, പക്ഷെ എന്നാലും മറ്റുള്ളവരുടെ ചീത്തവിളിയും കേൾക്കണം. ഞാൻ കാര്യം പറ്റും, നമ്മൾ വേറൊരു ബിസിനസ്സിൽ വേറൊരു ജോലിയിൽ നമ്മൾ ജോലി ചെയ്യുന്നു. അപ്പോഴും നമ്മൾ ആ ജോലി ചെയ്യുന്ന ആ ബിസിനസ്സിൽ നയിക്കുന്ന ഒരാളായിരിക്കില്ലേ, അയാള് നമ്മളെ പോലെയൊക്കെ തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ റിസ്ക് എല്ലാം സെയിം അല്ലേ. പിന്നെ നമ്മൾ ഇതിനൊക്കെ എന്ത് ഗ്യാരണ്ടി? നമ്മൾ ഈ പറയുന്ന പോലെ നടക്കുന്ന നടപ്പിൽ തേങ്ങ വേണം മരിക്കാനോ. ഈ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്, ബിസിനസ് എക്സ്പീരിയൻസിൽ നിന്നും ഏറ്റവും ഒരു പഠിച്ചൊരു പാഠമെന്നോ അല്ലെങ്കിൽ സുകേഷിനെ ശരിക്കും ഇപ്പോഴത്തെ ഒരു ബെസ്റ്റ് ഒരു ഓൺടർപ്രണർ ആക്കിയത് എന്തൊക്കെയായിരിക്കും ഫാക്ടേഴ്സ് ആയിരിക്കും? എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റ് ഓൺടർപ്രണേഴ്സിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ സക്സസ് സ്റ്റോറികൾ കാണുക. ഞാൻ ഒരുപാട് ബിസിനസ് ഇൻ്റർവ്യൂസ് കാണാറുണ്ട്. ആൻഡ് നമ്മുടെ ഇവിടുന്ന് വലുതായ ബിസിനസ് ആൾക്കാരുടെ അല്ലെങ്കിൽ പരാജയപ്പെട്ട ബിസിനസ്സുകളെ പറ്റി പഠിക്കാറുണ്ട്. ബിസിനസ്സുകളെ പറ്റി കണ്ടിന്യൂലി പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അത് നമ്മൾ മറ്റുള്ള ബിസിനസ്സുകാരൻ്റെ സക്സസ്സിൽ നിങ്ങൾക്ക് ജെന്യൂൻലി സന്തോഷം തോന്നണം. ഇപ്പം നമ്മൾ വേറൊരാളുടെ ഉയർച്ചയിൽ നമുക്ക് സന്തോഷം തോന്നും. ഞാൻ പറഞ്ഞു, നമുക്ക് കോമ്പറ്റീഷനിലെ പലരെയും ഞാൻ വളരെ ആരാധനയോടെയാണ് കാണുന്നത്. അല്ലാതെ അവർ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. അവരൊന്നും വലിയ നെയിംസ് ഇന്ന് നമ്മൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ നാളെ അവർ നമ്മൾ കോമ്പറ്റീഷൻ ആവും. അപ്പോൾ നമ്മൾ എല്ലാ ബിസിനസ്സിനോടും വളരെ എന്താ പറയുക, അവരൊരു ഗെയിം കളിക്കുകയാണ്. ബിസിനസ് ഈസ് ലൈക്ക് എ ഗെയിം. ഈ ഗെയിം കളിച്ച് ഗെയിമിൽ പോയിന്റ് അടിക്കുന്ന, നമ്മൾ സെഞ്ചുറി അടിക്കുന്ന ആൾക്കാർക്ക് കൈയടിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്ന വലിയ ബിസിനസ്സുകാർ വലിയ സക്സസ് ഉണ്ടാക്കുമ്പോൾ അടിപൊളി ഇത് തകർത്തു എന്ന് ജെന്യൂൻലി യു വിൽ ഫീൽ ഹാപ്പി വെൻ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഫീൽഡ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ബിസിനസ്സുകളൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും പുസ്തകം വായിച്ചും അല്ലെങ്കിൽ ഇന്റർവ്യൂസ് കണ്ടിട്ടൊക്കെ നമ്മൾ നിരന്തരം പഠിക്കുക എന്നുള്ളതാണ്. എപ്പോഴും അലേർട്ടാണ് അല്ലെ. മറ്റുള്ളവരുടെ ആ ഒരു വളർച്ച കാണുമ്പോൾ അവരെ ഏതൊക്കെ മെത്തേഡിലൂടെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ട്രാക്കാണ് അവർ യൂസ് ചെയ്തതെന്ന് അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് എപ്പോഴും നോക്കാറുള്ളത്. വേറൊരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത്, നമ്മളുടെ ആസ് എൻ ഓൺട്രപ്രണർ നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ റൺ ചെയ്യുന്ന ബിസിനസ്സിൽ കാണും. നമ്മളല്ല ബിസിനസ്, ബ്രാൻഡ് വേറെയാണ് എന്നാണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയത്, ഒരു നല്ലൊരു ബിസിനസ്സാണ്, അടിപൊളി ബിസിനസ്സാണല്ലോ നിങ്ങൾക്ക് തോന്നിയാൽ അതിൻ്റെ പിന്നിൽ നല്ലൊരു ഓൺട്രപ്രണർ ഉണ്ടാവും. പൊതുവെ നമ്മുടെ ഒരു സമൂഹം ഓൺട്രപ്രണർഷിപ്പിനെ കാണുന്നത് ഒരുമാതിരി ഒരു ശത്രുതാ മനോഭാവത്തിനാണ്. ഇതെന്തോ അങ്ങനെയല്ല സത്യത്തിൽ. നമ്മളിപ്പോൾ വലിയ ഓൺട്രപ്രണേഴ്സിനെയൊക്കെ നമ്മൾ അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ അവരുടെ വർക്ക് പ്ലേസ് ചിലപ്പം എന്താ പറയുക, ഭയങ്കര അഗ്രസീവായ ആളായിരിക്കും, ചിലപ്പോൾ എല്ലാവരും വിളിച്ച് ചീത്ത പറയായിരിക്കും. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഒരു ജെന്യൂൻലി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്നല്ലാതെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ് ഉണ്ടാവില്ല എന്ന് ഞാൻ എപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വലിയ സത്യത്തിൽ നമ്മുടെ സമൂഹം അങ്ങനെ ഓൺട്രപ്രണേഴ്സിനൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നത് സങ്കടകരമാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റുള്ള സെലിബ്രിറ്റീസിനൊന്നും കിട്ടുന്ന, കാരണം അവരാണ് റിയൽ വെൽത്ത് മേക്കേഴ്സ്. അവരാണ് നമ്മുടെ ഇവിടെ ഈ പറയുന്ന എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത്. സോ അങ്ങനെ ദർ ഇസ് എ ലോട്ട് ടു ലേൺ ഫ്രം ബിസിനസ്സസ് ആൻഡ് ഓൺട്രപ്രണേഴ്സ്. പക്ഷെ ഇപ്പം ഇത്രയും ഇങ്ങനെ സക്സസ്ഫുൾ ആയ ആൾക്കാരെ മാത്രം ഫോളോ ചെയ്യാണ്ട് ഫെയിലിയർ ആയി പോയ ആൾക്കാരെയും ശരിക്കും ഫോളോ ചെയ്യണ്ടേ? കാരണം അവർ എന്തുകൊണ്ട് അവിടെ ഫെയിലിയർ ആയി, അതിൽ നിന്നും നമുക്ക് ഒരുപാട് ലെസൺസ് ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കാൻ. തീർച്ചയായിട്ടും ആ ഒരു ഭാഗം കീനായിട്ട് നോക്കാറില്ലേ? നോക്കാറുണ്ട്, തീർച്ചയായും നോക്കാറുണ്ട്. അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ മറ്റേ എന്താ പറയുക സ്പോൺസർ ചെയ്യുന്ന കമ്പനിയാണ് സഹാറ. അവർക്ക് എന്ത് സംഭവിച്ചു? ആൻഡ് ബൈജൂസ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടാണ്ട് തോന്നുന്നു. ബൈജൂസ് എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഫസ്റ്റ് O2 സ്പാ, ദേ ഹാഡ് ടു ഗോ ത്രൂ എ മാസീവ് റീസ്ട്രക്ചറിങ്. പല ബിസിനസ് ചാനൽ ബിസിനസ്സുകളിൽ സക്സസ് മാത്രമല്ല, സത്യത്തിൽ
സക്സസ് എന്നല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ വ്യക്തിപരമായ Yeah, അതാ ജീവിതത്തിലെ ഞാൻ ചോദിക്കാൻ ഫെയിലിയേഴ്സ് എന്നാണ് വന്നത്. നമ്മൾ Yeah. പഠിക്കുന്നത്. കാരണം ഞാൻ വേറെയും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതെ, വേറെ ചിലർ അവർ ഫെയിലേഴ്സ് ആയ ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യണത്. അതെ, എന്തുകൊണ്ട് അവർക്ക് absolutely. പോയി, അതെ, അവിടെ നിന്നായിരിക്കും നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളത് വേറെ absolutely. പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അതാ Yeah. ഞാൻ അല്ല, വളരെ ശരിയാണത്. ചോദിച്ചത് തന്നെ. നമ്മളെ തന്നെ ഫെയിലിയേഴ്സ് എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. ഉം. ഇപ്പൊ നമ്മുടെ ഒരു സക്സസ് ഉണ്ടാക്കി, അതെന്താണോ എനിക്കറിയുന്ന കാര്യം കഴിഞ്ഞാൽ സക്സസ് ആയി, അങ്ങനെയുള്ളൂ. പക്ഷെ ഫെയിലിയർ അതെന്ത് പറ്റിയെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴേ ഞാൻ ഇന്ന മിസ്റ്റേക്ക് ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് എന്ന് പറയേണ്ടി വരുന്നത്. ഉം. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നത്, അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ഫെയിലിയേഴ്സും മറ്റുള്ളവരുടെ ഫെയിലിയേഴ്സും സക്സസിനോട് ആരാധനയാണെങ്കിൽ ഫെയിലിയേഴ്സിനോട് നമ്മൾ വളരെ എന്താ പറയുക, അനലിറ്റിക്കലായി നോക്കണം, എന്തുകൊണ്ട് ഫെയിൽ Yeah. ആയി എന്നുള്ളത്. ബിസിനസ്സിന് എപ്പോഴും ഫെയിലിയർ സംഭവിക്കാം, Yeah. ബിസിനസ്സിന് റിസ്ക് ഉണ്ട്. കൂടുന്നതോടെ ഫെയിലിയറും സംഭവിക്കാം. യെസ്, സംഭവിക്കാം. കറക്റ്റ്. Yeah, എപ്പോഴും അലേർട്ടായിട്ട് നിൽക്കുക. അപ്പൊ എന്തായാലും പ്രോട്ടോൺ വെൽനസ് അതിന്റെ ഒരു 4 സെന്റേഴ്സ് എറണാകുളത്ത് തന്നെ ഇത്രയും നല്ല പ്രൈം ലൊക്കേഷനിലാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ഒരു ജേർണി ഈ വർഷം തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ പ്ലാനിലുള്ള പോലെ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരാളും കൂടി ആയതുകൊണ്ട് പ്ലാനിങ് പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. സോ ഉടനെ തന്നെ നമുക്ക് അടുത്ത ഒരു ഇൻവിറ്റേഷൻ കിട്ടുമെന്ന് വിചാരിക്കണം അല്ലേ? ഗോവയിലും ട്രിവാൻഡ്രത്തും തീർച്ചയായിട്ടും. പുതിയത് ഇതേ തുടങ്ങണു, ഇതാ ഇൻവിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ്. ഇറ്റ് വാസ് Yes, നൈസ് അങ്ങനെ ടോക്കിംഗ് ടു യു, ഉണ്ടാവട്ടെ. വെരി നൈസ് ടോക്കിംഗ് ടു യു. നമ്മളൊക്കെ 90s കിഡായിട്ട് ഗ്രോയിങ് അപ്പ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ടി വിയിൽ വളരെ കണ്ട് പരിചയിച്ച് എന്താ പറയുക, അങ്ങനെ കണ്ട മുഖമാണ്. ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്, സംസാരിക്കുന്നത്. യെസ് കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യെസ് യു സോ മച്ച്. താങ്ക് യു ആൻഡ് വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.